വിദ്യാർത്ഥികളെന്ന രീതിയിലും ജോലിക്കാരെന്ന രീതിയിലും മറ്റു മാനുവൽ ലേബേഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും, കൂലിവേലകളെല്ലാം ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ മേലെല്ലാം രോഗമായിട്ടും പ്രയാസമായിട്ടും പണിപ്പാട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. പണി നഷ്ടപ്പെട്ടവരുണ്ട്, പണി നഷ്ടപ്പെടുത്തിയവരുണ്ട്. പലതരത്തിലുള്ള കുശുമ്പും വക്രതകളും പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. മാതാവേ, അവരോട് കൂടെ പോവുകയും പണിപ്പാട്ടിൽ സംസാരിക്കുകയും ചെയ്യണമേ. അവിടെ മനസ്സെല്ലാം മാറ്റി പ്രതിയോഗികൾ നിന്നിൽ ആശ്രയിക്കുന്നവന് ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടമ്പകൾ കടന്നിട്ട് വേണം പല ഫയലുകളും ഒപ്പിടാനും പല വിഷയങ്ങൾക്കും തീർപ്പാക്കാനും. അങ്ങനെ കടമ്പകൾ കടന്നു പോകാൻ അശക്തമായിട്ടുള്ള എല്ലാ മേഖലകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. ഇന്ന് നിന്നെ ഭയപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും വേഗപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, വഴികൾ, സംരംഭങ്ങൾ, മീറ്റിങ്ങുകൾ, സമ്മേളനങ്ങൾ, മറുപടി പറയേണ്ട അവസ്ഥകൾ വന്നിരിക്കുന്ന വിഷയങ്ങൾ ഇതിലെല്ലാം കർത്താവ് നിന്നെ സന്ധിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. രോഗപീഠകൾ വലയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ കണ്ടില്ലേ? എന്താ കണ്ടത്? ദൈവമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ് പാടാണെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ കാരണം എന്താ? ഈ ടെമ്പററി റിലേഷൻസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിനായിരിക്കത്തില്ല, അവരുടെ ഏതെങ്കിലും വിഷയത്തിനായിരിക്കും. അതുകൊണ്ട് ഈശോ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികതയ്ക്ക് മുമ്പ് ഈശോ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം അറിവ് എന്ന അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ്. കാര്യം അറിവാണ് നമ്മൾ ബോധ്യം നൽകുന്നത്, ബോധ്യമാണ് സാക്ഷ്യം നൽകുന്നത്. അതുകൊണ്ട് ഈശോ മർക്കോസ് 6:34 അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. അപ്പൊ നേരത്തെ ഇന്നലെ പറഞ്ഞത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ ക്യാൻസൽ ചെയ്തെന്നാ പറഞ്ഞത്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ജനക്കൂട്ടത്തെ അവൻ അഡ്രസ് ചെയ്യാനുണ്ട്. അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ പഠനത്തിനാണ് പ്രാധാന്യം. ഇനി അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കണം നോക്കിയേ? നേരം വൈകിയപ്പോൾ അത് പഠിപ്പിച്ചു. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് ഒരു വിജന പ്രദേശമാണ്, സമയവും വൈകിയിരിക്കുന്നു. ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. വചനം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ഒരു ബാധ്യതയാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ക്രമീകരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ബുദ്ധി എന്തായിരിക്കണം? ആദ്യം വചനം, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ ദൈവത്തിനെ കൊണ്ട് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം വചനങ്ങൾ കേട്ട് നമ്മുടെ വിഷയത്തെക്കാൾ നമ്മുടെ വിഷയം ദൈവത്തിനാണെന്നുള്ളത് ദൈവത്തിന് മനസ്സിലാകണം. ഭയങ്കര സീരിയസ് വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഈശോ ഇന്നലെ കുറെ ആൾക്കാരെ മർക്കോസിന്റെ 1:38 എന്താ പറയണേ? അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കാം. അപ്പൊ ജനക്കൂട്ടം നിന്നെ കാത്തു നിൽക്കുന്നു പറയുമ്പോഴാണ് അവരെ അഡ്രസ് ചെയ്യാതെ ഈശോ അവരെ ക്യാൻസൽ ചെയ്യണം. എന്താണ്? അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം, അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കണം എന്നാ പറയണത്. പഠിപ്പിക്കുന്നതിനാണ് അവിടെ പ്രാധാന്യം. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ജനം ഇപ്പൊ ഈ മർക്കോസ് 1:34 ജനം പ്രസംഗം കേൾക്കാൻ വന്ന ആൾക്കാരല്ല.
അവർ ശാപ്പാടടിക്കാൻ വന്ന ആൾക്കാരും രോഗശാന്തി നേടാൻ വന്ന ആൾക്കാരാണ്. ആ കർത്താവിൻ്റെ വചനം കേൾക്കാതെ ചുമ്മാ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം വന്നവരെ അഡ്രസ്സ് ചെയ്യാൻ ഈശോ തയ്യാറല്ല. അത് ഈശോയുടെ മനുഷ്യത്വത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയൊന്നുമല്ല. മറിച്ച് എന്താണ്, അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറുള്ളവർ, കർത്താവിൻ്റെ വചനം കേൾക്കാൻ തയ്യാറുള്ളവരെ ആണ് ഈശോ ആ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്താണ് മർക്കോസ് 6:34 പറയണ, ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് അവനോട് അനുകമ്പ തോന്നി. അപ്പോഴേ എന്താ അനുകമ്പ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ കാര്യങ്ങൾ അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഭൗതികമായ ആവശ്യങ്ങളുണ്ട്, പക്ഷെ ആ ജനങ്ങൾക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ വചനം കേൾക്കാൻ താല്പര്യമുള്ളവർ ആരെയാണ് അന്വേഷിക്കുന്നത്? ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. അപ്പം ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷിച്ചാൽ ഭൗതിക വിഷയങ്ങൾക്കെല്ലാം ഒരു സമാധാനം ദൈവം ഉണ്ടാക്കിക്കൊള്ളും. അതിനാണ് ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടിയിൽ ആൾക്കാരെന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വചനങ്ങൾ. ഇപ്പം നിങ്ങൾ പള്ളിയിലെ ഏവങ്കാലി എടുത്ത് മാറ്റിയിട്ട് അച്ഛനെ പ്രസംഗം കഴിഞ്ഞിട്ട് കുർബാനക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ? ചില പ്രസംഗ കഥകളൊക്കെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ചില കോമഡി പറയും. ഈ കോമഡിയും പ്രസംഗ കഥകളും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരെ പിടിച്ചിരുത്തേണ്ടത് ക്രിസ്തുവാണ് പിടിച്ചിരുത്തേണ്ടത്. ശരിക്കും പറഞ്ഞു നമ്മുടെ പൊളിച്ച തമാശകളല്ല പിടിച്ചിരുത്തേണ്ടത്. അങ്ങനെ പിടിച്ചിരുത്താൻ ജനങ്ങൾ അത് ജഡികരാണ്. നമുക്ക് ജഡികരെ ഇങ്ങനെ ഇക്കിളി കൊണ്ട് ചിരിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കിയെടുത്തിട്ട് സഭയ്ക്ക് വില ഒന്നും കാണിക്കാനില്ല. സഭയ്ക്ക് സാക്ഷികളെയാണ് കാണിക്കേണ്ടത്. അത് 10 പേരെങ്കിൽ 10 പേര് സാക്ഷികളാകണവർ. അതിനെന്താണ്, ചിലപ്പോൾ 1000 പേരോട് നമ്മൾ സംസാരിക്കും, 10 പേരെ നമുക്ക് ക്രിസ്തുവിനെ അവരൊക്കെ കിട്ടത്തുള്ളൂ. ആ 10 പേരെ നമ്മൾ ഈ 1000 പേര് അഡ്രസ്സ് ചെയ്യണത്. പക്ഷെ അവർ വിശ്വാസത്തിൽ ചൈതന്യം പ്രാപിച്ചവരായിരിക്കും. അങ്ങനെ ഒരു എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര പ്രസംഗത്തിന് നിങ്ങൾ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് പള്ളി കയറാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ, കാലാന്തരത്തിൽ അവർ ദ്രവിച്ച് പോണത് കാണാം. എന്താ കാര്യം? സംരക്ഷണം പോലും കിട്ടത്തില്ല. അവർക്കൊന്നും ആവശ്യമില്ല. ഇവർ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ വന്ന് നിൽക്കണേ ഉള്ളൂ. കുറച്ച് പേരെ അല്ലെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സാന്തൊക്കെ വന്ന് ദൈവം കൃപ കൊടുത്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു വരും. കുറച്ച് പേര് ഒരു പോക്കും പോവുകയും ചെയ്യും. അതൊക്കെ നമ്മളെല്ലാവരും ഇടവേ കാണുന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളൊന്നും അല്ലത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തോട് ഭയം ഉണ്ടാകണം, അത് കേൾക്കാനുള്ള കൊതിയും ഉണ്ടാകണം, അത് നടപ്പിൽ വരുത്താനുള്ള തീഷ്ണത ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ ആളാണെന്ന് ദൈവത്തിന് തോന്നണം. എന്നാൽ പിന്നെ നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെതാകും. അതാണ് ഈ മർക്കോസ് 1:34 മർക്കോസ് 6:34 തമ്മിൽ ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ തമ്മിലൊന്ന് കൂട്ടി ഒന്ന് വായിച്ച് നോക്കിയേക്കണം കേട്ടോ. പരിശുദ്ധ അമ്മയുടെ തിരുവൾത്താരയിൽ കയറി നിന്ന് രണ്ടാമതും സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ജിൻസി ജോസഫ്. ഞാൻ തൊടുപുഴ അടുത്ത് വെള്ളിയാമറ്റ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2010 ബിടെക് പാസ്സായതാണ്. പാസ്സായ കാലം മുതലേ ടീച്ചിങ്ങിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ പഠിച്ച കോളേജിൽ ഒരു ടീച്ചറായി ജോലിക്ക് കയറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്ത് ബിടെക് മാത്രം പോരാ, എംടെക്കും വേണം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കന്ന് അവിടെ കയറാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നെ ബിടെക് ഉള്ള ഒരു ഓപ്ഷനിലേക്ക് നോക്കാനേ എനിക്ക് അന്ന് ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ തൊടുപുഴ അടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ കേരളത്തിൽ തന്നെ ആ പോളിടെക്നിക്കിൽ മാത്രമേ ഞാൻ പഠിച്ച ബ്രാഞ്ചുള്ളൂ. അപ്പം അവിടെ ഒരു സ്ഥിരമായ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു ജോലി ലഭിക്കും, സ്ഥിരമായ ഒരു ജോലി ലഭിക്കും. അപ്പോൾ അന്ന് മുതലേ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, അമ്മ മാതാവേ എനിക്ക് ഒരു ജോലി ആ കോളേജിൽ തന്നെ ഒരു അധ്യാപികയായിട്ടൊരു ജോലി തരണേ എന്ന്. അങ്ങനെ 2013 PSCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ താൽക്കാലിക അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ വളരെ കഠിനമായിട്ട് തന്നെ പഠിച്ചു, പ്രാർത്ഥിച്ചു, രണ്ടും ചെയ്തുകൊണ്ട് 2015 ഞാൻ പരീക്ഷ എഴുതി. 2017 റാങ്ക് ലിസ്റ്റ് വരുന്നത്. റാങ്ക് ലിസ്റ്റ് വരുമ്പം എൻ്റെ റാങ്ക് 6ാമത്തെ റാങ്കാണ്. ശരിക്കും 2 വേക്കൻസി മാത്രമേ അവിടെ ജനറൽ വിഭാഗത്തിനുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു 2 റാങ്കിനുള്ളിൽ വന്നാൽ മാത്രമേ എനിക്ക് ജോലി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അത് വളരെ വിഷമമായി. എന്നിരുന്നാലും എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ എഴുതിയ പരീക്ഷയാണ്. ഇത്രയും റാങ്കിൽ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം അതിനകത്ത് ക്വാളിഫിക്കേഷൻ വേറെ ഉള്ളവർ ആ റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിനെതിരെ കേസിന് പോയി. പിന്നെ കേസിന് പോയി കഴിഞ്ഞാലും അതിനകത്ത് നിന്ന് 2 പേര് മാത്രമേ മാറുള്ളൂ.
പിന്നെയും 4 പേര്, 4ാമത്തെ റാങ്കിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും ആ 4 പേരിൽ 2 പേരിലേക്ക് എത്തിയാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴല്ല ഈ 2 റാങ്കിലേക്ക് എത്തണം, മുകളിലുള്ള 2 റാങ്കിലേക്ക് എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴും ഞാൻ ആദ്യം ചെയ്തൊരു കാര്യമുണ്ട്. ആ മുകളിൽ കിടക്കുന്ന 4 പേർക്കും ഇതിനേക്കാൾ നല്ലൊരു ജോലി മാതാവ് കൊടുക്കണം എന്ന് നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബാക്കി ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. അങ്ങനെ വന്ന് എനിക്കപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ 2017 നിലവിൽ വന്നു, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അതിനുശേഷം ഞാൻ 2019 ഈ നിയോഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ 2019 ഇവിടെ വന്ന് കൃപാസനത്തെക്കുറിച്ച് കേട്ടു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത സമയമായപ്പോഴത്തേനും എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ 2 നിയോഗങ്ങളാണ് പ്രധാനമായിട്ടും വെച്ചത്. ഒന്ന്, എനിക്കൊരു രണ്ടാമതൊരു കുഞ്ഞിനെ വേണം. അപ്പോൾ ഫൈബ്രോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊരു കുഞ്ഞിനെ വേണം, രണ്ടാമതൊരു കുഞ്ഞിനെ വേണം. പിന്നെ ഈ ജോലിയുടെ കാര്യവും ശരിയാക്കി തരണം. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ ഞാൻ ക്യാരിയിങ് ആയി. അതിൻ്റെ സാക്ഷി ഞാനിവിടെ വന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുന്നില്ല. ഞാൻ ഒരു തരത്തിലും നിരാശപ്പെടാതെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കും, പുതുക്കും, പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. അതായത് 6ാമത്തെ റാങ്കിൽ നിന്നും കേസ് ജയിച്ച് 4ാമത്തെ റാങ്കിലെത്തണം. 4ാമത്തെ റാങ്കിൽ നിന്നും മുകളിൽ കിടക്കുന്നവർക്ക് ജോലിയുണ്ട്. അപ്പോൾ അവർ നല്ല ജോലി, ഇതിനേക്കാളും നല്ല ജോലി തന്നെയാണ്. അപ്പോൾ അവരത് നമുക്ക് ഡിലീഷൻ എഴുതി തരണം, അതായത് അവർക്ക് ജോലി വേണ്ട എന്ന് എഴുതി തരണം. പക്ഷേ ഈ പോസ്റ്റ് ചില കാരണങ്ങൾ കൊണ്ട് അതിനേക്കാൾ നല്ലതായതുകൊണ്ട് അങ്ങനെ അവർക്കത് തരുവാൻ അവർക്കൊരു പൂർണ്ണമായും ഒരു തരുവാനുള്ള ആഗ്രഹമില്ല. അപ്പം അവരുടെ ഒരു മനസ്സ് പൂർണ്ണമായും സമ്മതിച്ചുകൊണ്ട് ഇത് അവർക്ക് ജോലി വേണ്ട എന്ന് എഴുതി തരണം. ഇനി ആ ജോലി വേണ്ട എന്ന് എഴുതി തരുമ്പോഴും അത് PSC അംഗീകരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ 3 തടസ്സങ്ങൾ പ്രധാനമായിട്ടും ഉണ്ട്. അപ്പോൾ 2017 മുതൽ ഞാനിതിന് 19 മുതൽ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇഷ്ടംപോലെ, അതായത് 100 കണക്കിന് ജപമാലകൾ ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ എപ്പോഴും ചൊല്ലും, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ M.Tech 2016 അതിനിടയ്ക്ക് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം എനിക്ക് വർക്ക് ചെയ്യാൻ ഒരിടത്തും ജോലി ചെയ്യാനും സാധിക്കുന്നില്ല. ഇത് റാങ്ക് ലിസ്റ്റിൽ കിടപ്പുണ്ട്, പക്ഷേ വേറൊരു ജോലി എനിക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ട്യൂഷൻ സെൻറ്റർ തുടങ്ങി. ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയ സമയത്ത് ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഇങ്ങനെ പിള്ളേർ സ്റ്റുഡൻസ് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അവർ എന്തെങ്കിലും ഒരു വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുവോ ഒരു പേപ്പറിൽ എഴുതുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സുഗന്ധാഭിഷേകം, എനിക്ക് മാത്രമല്ല ട്യൂഷൻ സെൻറ്ററിൽ വന്ന സ്റ്റുഡൻസിനും അത് കിട്ടി. അതിനുശേഷം അത് ഞങ്ങളിങ്ങനെ പറഞ്ഞു, പക്ഷേ ആ സമയത്ത് നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല, ഇത് സുഗന്ധാഭിഷേകമാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു കോള് ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് വരുവാണ്, ടീച്ചിങ് ജോലിക്ക് കയറാൻ താല്പര്യമുണ്ടോ എന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടിനടുത്ത് നിന്ന് ഏകദേശം 2 മണിക്കൂറോളം യാത്ര ചെയ്യണം. അപ്പോൾ കുഞ്ഞു പിള്ളേരാണ്, എനിക്കത് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് ഞങ്ങൾക്ക് സബ്ജക്റ്റ് മാത്രം പഠിപ്പിച്ചു തന്നാൽ മതിയെന്ന്. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു 7 വർഷത്തോളം ബ്രേക്കായി. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഒരു ജോലി കിട്ടിയപ്പം ഞാൻ ഒന്നും ചിന്തിക്കാതെ അങ്ങനെ ജോലിക്ക് കയറി. അതിനുശേഷം പിന്നീട് നമുക്കൊരു സ്ഥിരം ജോലി എന്ന് പറയാൻ പറ്റില്ല, കാരണം കുറച്ച് മണിക്കൂർ സമയത്തേക്കൊക്കെ പോകുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു കോളേജിൽ ഇത് കിട്ടുമെന്ന് ഉറപ്പില്ല, ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പോൾ ഒരു നല്ല കോളേജിൽ പഠിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹം നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രൈവറ്റ് കോളേജിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇത് കിട്ടുമെന്ന് അറിയില്ലല്ലോ, ഈ ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് കോളേജുകളിൽ ശ്രമിക്കാമെന്ന് ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇൻ്റർവ്യൂവിനൊരു തൊടുപുഴ അടുത്തൊരു കോളേജിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാനിങ്ങനെ മാതാവിൻ്റെ കാശ് രൂപ എടുത്ത് കൈപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ഇൻ്റർവ്യൂകൾക്ക് പോകാൻ പറ്റില്ല, കാരണം ഇനി എനിക്കൊരു ജോലി വേണം. ഇത്രയും ബ്രേക്കൊക്കെ വന്നതുകൊണ്ട് ഇനി നല്ല ജോലി കിട്ടുമെന്നൊന്നും അറിയില്ല, എന്തായാലും ഒരു ജോലി വേണം എന്നൊക്കെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ വേറൊരു നല്ല കോളേജിൽ നിന്ന്, അതായത് ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് തന്നെ 2010 ഞാൻ ഏത് കോളേജിൽ കയറണമെന്ന് ആഗ്രഹിച്ചോ ആ കോളേജിൽ നിന്ന് തന്നെ എന്നെ വിളിക്കുകയാണ്. എന്നിട്ട് വലിയ കാര്യമായ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ എനിക്ക് അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 2 ജോലി ലഭിച്ചു. പക്ഷേ എന്നാലും എൻ്റെ ആഗ്രഹം, 3ാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ജോലി തന്നെ വേണം. അത് തൊടുപുഴ അടുത്ത് തന്നെയാണ്, ഒരു പോളിടെക്നിക്കാണ്. അപ്പോൾ എനിക്ക് ആ ജോലി വേണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 4ാമത്തെ ഉടമ്പടിയും പുതുക്കി. അപ്പോൾ അതിനകത്ത് അപ്പോഴത്തേനും ആ സമയമായപ്പോഴത്തേനും മുകളിൽ റാങ്ക് ലിസ്റ്റുള്ളവരൊക്കെ വളരെ താല്പര്യത്തോടുകൂടി തന്നെ എനിക്ക് ഈ ജോലി വേണ്ടാന്ന് എഴുതി തന്നു. പക്ഷേ അവസാനത്തെ കടമ്പ ഈ കാലാവധി ഒത്തിരിയായി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട്, ഇത് കേസിനകത്ത് പെട്ട് കിടക്കുന്നതുകൊണ്ട് മാത്രമേ ഈ റാങ്ക് ലിസ്റ്റിന് ഇങ്ങനെ കാലാവധി നീണ്ടു പോകുന്നത്. അപ്പോൾ ഈ ഡിലീഷൻ, ഇവർ തന്ന ഡിലീഷൻ PSC സ്വീകരിക്കുമെന്ന് നമുക്കൊരു സംശയമുണ്ട്. എന്തായാലും നമ്മൾ PSCയിലെ ഓഫീസിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഇത് സ്വീകരിക്കുകയോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല, അവരൊന്നും പറയുന്നില്ല.
ഞാൻ PhD ഓഫീസിൽ പോകുമ്പോൾ ഞാൻ തൈലമൊക്കെ ആയിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് PhD ഓഫീസിൽ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് നടക്കുമെന്ന് സംശയമാണെന്ന് പറയും. അപ്പോൾ ഞാൻ ആ തൈലമൊക്കെ അതിൻ്റെ മതിലിൻ്റെ പുറത്തൊക്കെ ആരും കാണാതെ ഒന്ന് പൂശും. പിന്നെ അതുപോലെ ഉപ്പൊക്കെ ഒരല്പം ആരും ചവിട്ടാത്ത സ്ഥലത്തൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങ് പോരും. അല്ലാതെ ആരും ഒരു പ്രതീക്ഷയൊന്നും തരുന്നില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് നടക്കും. കാരണം ഞാനിത് മാതാവിനെ ഏൽപ്പിച്ചാൽ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നടക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനിങ്ങ് പോരും. പിന്നെ ഞാൻ ഈ പണ്ട് വർക്ക് ചെയ്ത കോളേജ് തന്നെ ആയതുകൊണ്ട് ഞാൻ ആ കോളേജിൽ അലുമിനി മീറ്റിനൊക്കെ പോയപ്പം ആ കോളേജിലും പോയി ഉപ്പും തൈലമൊക്കെ പൂശി അങ്ങനെയൊക്കെ ഇങ്ങ് പോരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വിശ്വാസത്തോടെ നടക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പ്രൈവറ്റ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവസാനം ഈ ഡിലീഷൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു സംശയം. അപ്പം ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം അച്ഛനെ കാണണം എന്ന് എനിക്കൊരാഗ്രഹം. പക്ഷേ എല്ലാവരും എക്സാം എഴുതാനും അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ, എൻ്റെ കാര്യം വലുതല്ല എന്നല്ല, പക്ഷെ എന്നാലും എനിക്ക് മാതാവ് ഒരു പ്രൈവറ്റ് ജോലിയെങ്കിലും തന്നല്ലോ. അതൊക്കെ വെച്ച് ഞാനിങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് എന്നോട് ഇവിടുന്ന് സ്റ്റാഫ് പറഞ്ഞു. പക്ഷെ എന്തായാലും ഞാൻ ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പം കൃത്യം ഒരു 3:30 സമയമായപ്പം എന്നോട് പറഞ്ഞു അച്ഛനെ പോയി കണ്ടോളാൻ പറഞ്ഞു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു, ഒരു കാശുരൂപം തന്നു വിട്ടു. അതിനുശേഷം ഞാൻ പിന്നീട് സത്യം പറഞ്ഞ ഈ ജോലിയെക്കുറിച്ച് ഇനി നടക്കുമെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ വിട്ടു. 3 മാസത്തിനുള്ള, അതായത് 2017 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 8 വർഷത്തിന് ശേഷം മെയ് മാസത്തിൽ പെട്ടെന്നൊരു ദിവസം എനിക്ക് PSCയിൽ നിന്ന് അഡ്വൈസ് മെമ്മോ കിട്ടുവാണ്. ആ ഡിലീഷനൊക്കെ സ്വീകരിച്ച് അഡ്വൈസ് മെമ്മോ കിട്ടി. അതിനുശേഷം വളരെ സൗകര്യപ്രദമായിട്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ നിന്ന് റിലീവ് ചെയ്ത് എനിക്ക് 2025 ജൂൺ മാസം 3-ാം തീയതി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പോസ്റ്റിലേക്ക് എനിക്ക് സ്ഥിരമായിട്ട്, വീടിനടുത്തുള്ള പോസ്റ്റിലേക്ക് എനിക്ക് സ്ഥിരമായിട്ട് കയറുവാൻ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഡിലീഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം ഈ മുകളിലുള്ള റാങ്ക് ലിസ്റ്റുകാരെ നിന്ന് വാങ്ങിക്കൊടുത്തു. അത് സ്വീകരിച്ചില്ലെങ്കിലോ എന്നോർത്ത് 2ാമത്തെ പ്രാവശ്യം ഞാൻ മേടിച്ചു. ആ സമയത്ത് ആ ഡിലീഷൻ്റെ ലെറ്റർ ഞാൻ അയക്കുമ്പോഴും ഈ മാതാവിൻ്റെ തൈലമൊക്കെ ആ ഡിലീഷൻ ലെറ്ററെ പൂശി ഞാൻ ഒത്തിരിയേറെ പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പോസ്റ്റിൽ അയക്കുന്നത്. അത് അയച്ച് 2 ദിവസത്തിന് ശേഷം അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ സ്വമനസാല കൊടുത്തതാണ് ഈ ജോലി വേണ്ട എന്ന്, നിങ്ങൾക്ക് താല്പര്യമാണോ എന്നൊക്കെ ചോദിച്ചത് അവരെ PSC ഓഫീസിൽ നിന്ന് വിളിച്ചു. അങ്ങനെ അതായത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴും പിന്നെ ഈ ഡിലീഷൻ തരുന്നതെന്ന് പറഞ്ഞാൽ ജവമാല റാലിയിൽ ഞാൻ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലുന്ന സമയത്താണ് അവരെന്നെ വിളിച്ചിട്ട് ഞങ്ങൾ ഡിലീഷൻ തരാം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പരിശുദ്ധ മാതാവ്, അതായത് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇല്ലയെന്നല്ല, ഒത്തിരി പ്രാർത്ഥിച്ച് തന്നെയാണ് പരീക്ഷ എഴുതിയത്. പക്ഷേ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പ് ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ആ ഒരു വാക്ക് പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് തന്നെ ഈ യോഗം വളരെ ഭംഗിയായിട്ട് നടത്തി എനിക്കൊരു സ്ഥിരമായ ജോലി തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. അതോടൊപ്പം തന്നെ ഈ ഉടമ്പടിയിൽ ഞാനിപ്പോൾ 4 പ്രാവശ്യം പുതുക്കി. 4 പ്രാവശ്യം പുതുക്കിയതിൽ ഓരോ പ്രാവശ്യം നിയോഗങ്ങൾ വെച്ചു. മെയിനായിട്ട് ഈ 2 നിയോഗങ്ങളാണ് വെച്ചെങ്കിലും ചെറുതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, അതായത് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, വിവാഹം നടക്കാത്തവർ, അങ്ങനെ പലർക്കും വേണ്ടി നിയോഗം വെച്ചു. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഞാൻ നിയോഗം വെച്ച ഒരു നിയോഗവും മാതാവ് നടത്തി തരാതിരുന്നില്ല. എല്ലാ നിയോഗവും ആ ഉടമ്പടിയുടെ ആ കാലാവധി തീരുന്നതിന് മുമ്പ് മാതാവ് നടത്തി തന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം വെച്ചൊരു നിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് പണി, അതായത് ഭയങ്കര ചൂടാണ്, അപ്പോൾ മുകളിലേക്കൊന്ന് റിനോവേറ്റ് ചെയ്തെടുത്താൽ കൊള്ളാം എന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ അത്രയ്ക്ക് ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ തുടങ്ങി ഇപ്പോൾ ഏകദേശം വലിയ ബാധ്യതകളൊന്നും ഇല്ലാതെ നമുക്ക് താങ്ങാവുന്ന ബാധ്യതയിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നേക്കുവാണ്. ഈ ഉടമ്പടി വഴി മാതാവ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഞാനായിരിക്കുന്ന സമയത്ത്, ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെ എന്താവശ്യം, ഇപ്പം ചിലപ്പം ഫീസ് അടയ്ക്കാനില്ലാത്ത കുട്ടികളുണ്ടായിരിക്കും, എന്നാൽ പറ്റുന്ന വിധം സഹായിക്കും. അതുപോലെ ഭക്ഷണം കൊണ്ടുവരാതിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും, അവരെ ഞാൻ സഹായിക്കും. അതല്ല എങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടായിരിക്കും, അപ്പോൾ അവരെല്ലാം ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഉടമ്പടി ജീവിക്കുന്നതാണെന്നുള്ള പൂർണ്ണ മനസ്സോടെ സഹായിക്കും. അതുപോലെ സാലറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്നൊരു ദശാംശം എന്തായാലും പാവങ്ങൾക്ക് കൊടുത്തതിന് ശേഷമേ, പാവങ്ങളെന്ന് പറയുന്ന അർഹതപ്പെട്ടവർക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാനത് ഉപയോഗിക്കുള്ളൂ എന്നുള്ള നിർബന്ധങ്ങളൊക്കെ ഞങ്ങൾ ഫാമിലിപരമായിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉടമ്പടിയിൽ ജീവിച്ചു പോകുന്നു. പിന്നെ ഉടമ്പടി പാലിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ക്രിസ്ത്യാനി മിനിമം പാലിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉടമ്പടിയിലുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം എനിക്ക്.
അത് എല്ലാം നമുക്ക് പാലിക്കുവാൻ മാതാവ് അനുഗ്രഹിച്ചു. എന്തായാലും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഉടമ്പടി വഴി എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന മാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആദ്യമായി തന്നെ ഈ തിരുവൾത്താരയിൽ വരുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അലീന ഷാജു, ഇതെൻ്റെ മമ്മി ജാനി ഷാജു. ഞങ്ങൾ വരുന്നത് മയൽത്തമാതാ ക്നാനായ ചർച്ച് ബൈസൺ വാലി ഇടുക്കിയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജാനുവരി 2. ഞാൻ +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കാൻ പോവുകയായിരുന്നു. B2ൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞ് B2ന് ഡേറ്റ് എടുക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ B2ൻ്റെ ഡേറ്റ് എടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ എന്നാലും അവിടെ തൊട്ട് മാതാവ് എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഏജൻറ്റിന് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ആദ്യമായി തന്നെ എനിക്ക് 2 മൊഡ്യൂളിന് ഡേറ്റ് കിട്ടി. അതിന് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു കഴിഞ്ഞ് എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് കൈവെപ്പ് ശുശ്രൂഷ വാങ്ങിച്ച് ലോക്കറ്റൊക്കെ തന്നു. അപ്പോൾ എല്ലാം അച്ഛൻ പോയി രക്ഷപ്പെട്ടു പോകും മോളെ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്തുനിന്ന് അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ച് കാശുരൂപമായിട്ട് ഞാൻ എക്സാമിന് പോയി. ഞാൻ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പോയത്. ഞാൻ ഇവിടുന്ന് എക്സാമിന് പോകുമ്പോൾ പത്രം വാങ്ങിച്ച് എക്സാം സെൻറ്ററിൻ്റെ അവിടെയുള്ളവർക്ക് കൊടുത്തു. ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ട് എക്സാം സെൻറ്ററിൽ ആരും ചവിട്ടാത്ത രീതിയിൽ ഞാൻ ഇട്ടു. പിന്നെ കാശുരൂപം അവിടെ കൈപ്പിടിക്കുകയോ കഴുത്തിലിടാനോ ഒന്നും സമ്മതിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിന്നെ വെച്ച് കുത്തിവെച്ച് ഞാൻ കാശുരൂപമായിട്ട് തന്നെയാണ് എക്സാം ഹാളിലോട്ട് കയറിയത്. തേനും കഴിച്ചു. അങ്ങനെ എക്സാമിൻ്റെ ടൈമിൽ എനിക്ക് മാതാവ് ഓരോ ആൻസറും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാനറിയായിരുന്നു. കാരണം ഞാനല്ല എഴുതുന്നത്, മാതാവ് തന്നെയായിരുന്നു എൻ്റെ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ഫസ്റ്റത്തെ 2 മൊഡ്യൂൾ എക്സാം കഴിഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, എനിക്ക് 2 മൊഡ്യൂൾ ഞാൻ ആ പാസ് മാർക്ക് മാത്രമേ ചോദിച്ചുള്ളൂ. ഞാൻ കറക്റ്റ് 60 മാർക്കേ ചോദിച്ചുള്ളൂ. പക്ഷേ എനിക്ക് 60 മാർക്കിൽ കൂടുതൽ മാതാവ് എനിക്ക് തന്ന് എന്നെ 2 മൊഡ്യൂളും പാസ്സാക്കി തന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അത് ഞാൻ പറയുന്നു, നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തന്നെയാണ് എനിക്ക് ആ എക്സാം പാസ്സാവാൻ സാധിച്ചത്. കാരണം എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഒരിക്കലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റത്തില്ല. അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബാക്കി 2 എക്സാമിന് ഡേറ്റ് എടുത്തു. ഡേറ്റ് എടുക്കാൻ വേണ്ടി ഏജൻറ്റിന് കൊടുത്തു. അതും എനിക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടി. അന്നേരം ഞാൻ അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് കാശുരൂപമായിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. ഇതുപോലെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചു. ഉപ്പ് സെൻറ്ററിൽ ഇട്ടു. കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. എക്സാം ഞാൻ പോയി എഴുതി. അതും എനിക്ക് മാതാവ് ആയിരുന്നു എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തത്, ഞാനല്ലായിരുന്നു. അങ്ങനെ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അതിലെനിക്ക് 1 മൊഡ്യൂള് പാസ്സാവാൻ സാധിച്ചു. അതും ഞാൻ കറക്റ്റ് 60 മാർക്കേ ചോദിച്ചുള്ളൂ. എനിക്ക് 60 മാർക്കിൽ കൂടുതൽ മാർക്കെന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ തീരുമാനിച്ചു, എന്തായി 3 മൊഡ്യൂൾ വെച്ച് പ്രോസസ്സിങ്ങിന് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോ ഏജൻസിക്ക് കൊടുത്തു. അങ്ങനെ കുറച്ച് നാൾ ലാഗായിപ്പോയി. അന്നേരം ഞാൻ ഉടമ്പടി ചെറുതായിട്ട് ഉഴപ്പിയും തുടങ്ങിയാണ്. ചിലപ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ടാകും. അന്നേരമൊക്കെ ഇടയ്ക്കൊക്കെ എനിക്കുണ്ടായിരുന്നു, എൻ്റെ മെറിറ്റ് കൊണ്ടായിരിക്കും കിട്ടിയെന്ന് എനിക്കൊരുണ്ടായിരുന്നു. പിന്നെ ആയിരുന്നു എനിക്ക് ബോധ്യം വന്നത്, ഇത് എൻ്റെ എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന്. അങ്ങനെ കുറേ നാൾ അങ്ങനെ പോയി എൻ്റെ കൂട്ടത്തിലുള്ളവർ കയറിപ്പോകുന്നു. എൻ്റെ കൂട്ടത്തിൽ എനിക്കറിയാവുന്നവരെല്ലാം കയറിപ്പോകുന്നു. പിന്നെ ഞാൻ ഈ 3 മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞാൽ എനിക്ക് ഉടനെ തന്നെ ഒരു മെറിറ്റും ഇല്ലാത്ത എനിക്ക് അമ്മ ജർമ്മൻ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. അങ്ങനെ ഞാനെന്ത് 1 വർഷത്തോളം എനിക്ക് ജർമ്മൻ പഠിപ്പിക്കാനുള്ള ഭാഗ്യം മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ നീണ്ടു നിന്ന് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി കഴിഞ്ഞു. അപ്പോൾ ഈ ഇടയ്ക്ക് തൊട്ട് ജർമ്മൻ്റെ വാലിഡിറ്റി 1 ഇയർ ആക്കിയായിരുന്നു. അപ്പം ഇങ്ങനെ ഏജൻസിക്കാരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പലരെയും വിളിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാത്ത ഏജൻസികളില്ല, വിളിക്കാത്ത ഏജൻസികളില്ല. എനിക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം, ഇഷ്ടംപോലെ ഏജൻസികൾ ഞാൻ കൊടുക്കുന്നു, വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം പിന്നെ എനിക്ക് വരുന്ന റിപ്ലൈ എന്ന് പറയുന്നത്, മോളുടെ വാലിഡിറ്റി കഴിഞ്ഞു സർട്ടിഫിക്കറ്റിൻ്റെ, ഇനി ഒന്നോടെ എക്സാം എഴുതുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആകെപ്പാടെ തളർന്നുപോയി. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതല്ല, മാതാവ് എനിക്ക് തന്നതാണ്. എന്നാലും എൻ്റെ ഇത്രയും നാൾ പോയല്ലോ. അങ്ങനെ ഞാനിത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി കുരിശ് വരയുടെ ടൈമിൽ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവ് എന്നെ ആരുടെയും മുന്നിൽ നാണം കെടുത്തരുതേ, അമ്മ തന്നതാണ് എനിക്ക് ഈ 3 മൊഡ്യൂൾ, അപ്പം അമ്മ ബാക്കി ഇതെല്ലാം ചെയ്തോളണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടായി, ഇനിയിപ്പം വാലിഡിറ്റി കഴിഞ്ഞപ്പം നമുക്കെന്നാ ഒരു പണി ചെയ്യാം,
എന്നാൽ ഇപ്പോൾ ജർമ്മൻ എന്നാ നോക്കണ്ട, എന്നാൽ നാട്ടിൽ തന്നെ നേഴ്സിംഗ് പഠിക്കുമെന്ന് പറഞ്ഞ് വീട്ടുകാരുടെ അടുത്തുനിന്നും നാട്ടുകാരുടെ ഇടയ്ക്ക് നിന്നും ഭയങ്കര പ്രഷർ. എനിക്കാണെങ്കിൽ ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇവരെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷേ എനിക്ക് ജർമ്മനി തന്നെ പോകണം, എനിക്ക് നാട്ടിലൊന്നും നേഴ്സിംഗ് പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തും കയറ്റി താഴ്മയോടെ നിൽക്കുമെൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുമെന്ന്. അങ്ങനെ എനിക്കിങ്ങനെ വിഷമം വരുമ്പോൾ ഞാൻ ബൈബിളെടുത്ത് വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് മാതാവ് ഈശോ ഒരു ഹോപ്പ് തരുന്ന വചനങ്ങൾ എനിക്ക് തരുമായിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയ ചെറിയ ഹോപ്പ് ഉണ്ടായി. ഞാൻ എന്തായാലും എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് മാതാവിനും ഈശോയ്ക്കും, അപ്പോൾ എനിക്ക് എന്തായാലും ഒരു വഴി തെളിച്ച് തരുമെന്ന് തന്നെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ എക്സാം എഴുതുന്ന ടൈമിലൊക്കെ മമ്മിയാണെങ്കിൽ എന്നേക്കാൾ ഡബിൾ ഇരട്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പം ഞാൻ എക്സാമിൻ്റെ ടൈമിലാണെങ്കിൽ മമ്മി ആ എക്സാം തുടങ്ങുന്ന തൊട്ട് തീരുന്നോടം വരെ ഏതെങ്കിലും മമ്മി എവിടെയാണോ അവിടുത്തെ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ ഞാനൊരു ദിവസം കുരിശരുടെ ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈശോയോട് എനിക്ക് എങ്ങനെയെങ്കിലും പോകണം, കാരണം എനിക്ക് നാട്ടിൽ എന്തായാലും നേഴ്സിംഗ് പഠിക്കണ്ട, ഇപ്പം എന്തായാലും ഞാൻ +2 കഴിഞ്ഞ് 2 വർഷം ആവുകയും ചെയ്തു, ഇനി എന്തെങ്കിലും മാതാവ് തന്നെ എനിക്ക് ഒരുക്കി തരണം എന്ന് പറഞ്ഞാൽ മാതാവിനും ഈശോയോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കൊടുത്ത ഒരു ഏജൻസിയിൽ നിന്ന് എൻ്റെ പപ്പായുടെ അനിയൻ അച്ഛനാണ്, അപ്പോൾ അച്ഛനെ ആ ഏജൻസി ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, അച്ഛനുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ വിളിച്ച് പറഞ്ഞു മോളുടെ ഇപ്പം വാലിഡിറ്റി കഴിഞ്ഞ സ്ഥിതിക്ക് വേറെ ഒരു ഇതുണ്ട്, പക്ഷെ പെട്ടെന്ന് തന്നെ പോകാം, പക്ഷേ എമൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എമൗണ്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ വഴി നോക്കാം, മോൾക്ക് പെട്ടെന്ന് തന്നെ ജാനുവരിയിൽ തന്നെ ജർമ്മനിക്ക് പോകാമെന്ന് പറഞ്ഞ് ഡിസംബറിലാണ് അവർ വിളിക്കുന്നത്, ഈ കഴിഞ്ഞ മാസം. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് വെച്ചു, വീട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ആ വഴി തന്നെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എമൗണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത് അത്ര എമൗണ്ട് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് അത്ര എടുക്കില്ല എൻ്റെ ഫാമിലി, അത്ര എമൗണ്ട് ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ഓർത്ത് ഞങ്ങളെല്ലാവരും കൂടെ, എനിക്കറിയില്ല മാതാവായിട്ട് തന്നെ പലരിലൂടെ ഞങ്ങൾക്ക് കൊടുക്കേണ്ട ഫുൾ എമൗണ്ട് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു. കറക്റ്റ് അവർ എന്നാണോ പൈസ അടിക്കേണ്ടതെന്ന് പറഞ്ഞത് അതിൻ്റെ തലേ ദിവസം തന്നെ എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് തന്നെ ടൈം ഷോർട്ടനിങ്ങിലൂടെ മാതാവ് ഞങ്ങൾക്ക് പലരിലൂടെ, ഞങ്ങളുടെ ബന്ധുക്കളിലൂടെ ആയാലും ഞങ്ങൾക്ക് അറിയാവുന്നവരിലൂടെ ആയാലും എമൗണ്ട് ഞങ്ങൾക്ക് സെറ്റാക്കി തന്ന് ഞങ്ങൾക്ക് കറക്റ്റ് സമയത്ത് തന്നെ പൈസ അവർക്ക് കൊടുക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ആ വഴി പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ്, അപ്പോൾ അവർ പറഞ്ഞു ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അത് തുടങ്ങി, അങ്ങനെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു. എനിക്ക് വിസ ഇൻ്റർവ്യൂ ഒരു ചൊവ്വാഴ്ചയായിരുന്നു, അത് ജാനുവരി 6 ആയിരുന്നു. അങ്ങനെ വിസ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ മാതാവ് ഈശോ എല്ലാം ഭംഗിയായിട്ട് തന്നെ എൻ്റെ കൂട്ടത്തിൽ നടന്നെല്ലാം നന്നായിട്ട് ചെയ്തു തന്നു. അങ്ങനെ അവർ പറഞ്ഞു 14 വർക്കിംഗ് ഡേയ്സ് അതിനുള്ളിലായിരിക്കും വിസ വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം നേരത്തെ പ്രോസസ്സിങ്ങിന് കൊടുത്തുകൊണ്ട് അവർ പോയായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടത്തിൽ വേറെ 2 പേരും കൂടെ ഉണ്ട്. അപ്പം അങ്ങനെ 40 വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് മിനിഞ്ഞാന്ന് എനിക്ക് മെസ്സേജ് വന്നു വിസ ഡിസ്പാച്ചായെന്ന് പറഞ്ഞ്. ഇന്നലെ ഞാൻ പോയി വിസ കളക്ട് ചെയ്തു. ഇന്നലെ കളക്ട് ചെയ്ത് ഞാനും മമ്മിയും കൂടെ ഡയറക്റ്റ് കൃപാസനത്തിലോട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ വിസ പൊട്ടിച്ചത്, പാസ്പോർട്ട് പൊട്ടിച്ച് വിസ ആദ്യമേ മാതാവിനെയാണ് കാണിച്ചത്. അപ്പം എൻ്റെ മാതാവ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ എനിക്ക് വിസ അടിച്ച് തന്നിട്ടുണ്ട്. ഇതെനിക്കറിയാം എൻ്റെ കഴിവ് കൊണ്ടല്ല ഒരിക്കലും എനിക്കിത് കിട്ടുന്നത്. കാരണം ഈ വാലിഡിറ്റി കഴിഞ്ഞ പേപ്പർ എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞു, എല്ലാ ഏജൻസിക്കാരും എന്നെ തള്ളിപ്പറഞ്ഞു, മോളുടെ ഈ പേപ്പർ കൊണ്ട് ഒന്നും നടക്കില്ല, ഒന്നുകൂടെ എക്സാം എഴുതണമെന്ന്. എങ്കിലും എനിക്ക് പാസ്പോർട്ട് വിസ അടിച്ചു തന്നത് മാതാവ് മാത്രമാണ്. എൻ്റെ മെറിറ്റ് കൊണ്ട് ഒന്നുമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ഈ വരുന്ന തിങ്കളാഴ്ച ജർമ്മനിക്ക് പോവുകയാണ്. പിന്നെ ജപമാല റാലിക്ക് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ഒരു ഏജൻസിക്ക് കുറച്ച് ഫണ്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അവിടെ നടക്കത്തില്ലെന്ന് അവർ പറഞ്ഞപ്പം ഞങ്ങളിന്ന് റീഫണ്ട് ചോദിച്ചു. അപ്പം അങ്ങനെ ഈ മാസത്തെ ഈ 2025 ജപമാല റാലി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് രാത്രി തന്നെ ആണ് അവർ റീഫണ്ട് എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ടത്. അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാലറി കൊണ്ട് ഞാൻ എല്ലാ മാസവും മമ്മി കൃപാസനത്തിൽ ഞാൻ പറ്റുന്ന മാസങ്ങളിൽ വരും. അപ്പം ഞാൻ പത്രം കൊടുക്കാനുള്ള പൈസ മമ്മിക്ക് അയക്കും. മമ്മിയുടെ കയ്യിൽ നിന്ന് ഞാൻ പത്രം വാങ്ങിച്ച് ഞാൻ എവിടെയാണോ അവിടെയുള്ളവർക്ക്, ഓട്ടോ സ്റ്റാൻഡിലുള്ളവർക്ക്, ഇങ്ങനെ കാണുന്നവർക്കല്ല വഴിയിലുള്ളവർക്ക്, അങ്ങനെ പലർക്കും ഞാൻ എല്ലാ മാസവും പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും അല്ലാണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ രോഗികളായിരിക്കുന്നവർക്ക്
മെഡിസിനും അതിനൊക്കെയുള്ള ഫണ്ടൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്ന ടൈമിൽ ഞാനും എൻ്റെ കൂട്ടത്തിൽ ഉടമ്പടി എടുത്തവരും ആദ്യ വെള്ളിയാഴ്ചകളിൽ പള്ളികളുടെ അവിടെ ഇങ്ങനെ കുറേ പേരിരിക്കും. അപ്പോൾ അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനും പൈസ കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട്. ഇനി മമ്മി എനിക്ക് വേണ്ടി കുറച്ച് കാരുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, അത് മമ്മി പറയും. ദൈവതിരുനാമത്തിൽ മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ മകൾക്ക് വേണ്ടി പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പള്ളിയിൽ ചെന്ന് പറഞ്ഞു, അമ്മേ ഞാനും എൻ്റെ ഭർത്താവും ആരുടെയും മുന്നിൽ കൈനീട്ടാൻ പോകുകയില്ല. ഞാൻ 4 വർഷമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ഇതിന് മുമ്പ് ഞാൻ ഉടമ്പടി പറഞ്ഞിട്ടുണ്ട്. ഈ 3 സർട്ടിഫിക്കറ്റും ഞാൻ എന്ന് വരുമ്പോഴെല്ലാം ഈ തിരുനടയിൽ അമ്മയുടെ അടുത്ത് വെക്കും. അമ്മ ഈ സർട്ടിഫിക്കറ്റ് വെച്ച് എൻ്റെ കുഞ്ഞിനെ ജർമ്മനിയിൽ എത്തിക്കണം, നേഴ്സിംഗ് പഠിപ്പിക്കണം. കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. 1 കെട്ടിന് പകരം ഞാൻ 8 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് ഞാൻ പല ജില്ലകളിൽ കൊടുക്കും. ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ലകളിൽ കൂടി കൊടുത്ത്, പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് കിട്ടുന്ന ശമ്പളക്കൂട്ട് പാവങ്ങൾക്ക് മരുന്ന് വാങ്ങാൻ കൊടുക്കും. പിന്നെ ഞാൻ ചിന്തിച്ചു, ഒരാൾക്ക് വയറ് നിറയാൻ 1 പൊതുകെടുത്താൽ ഒരാളുടെ അല്ല വയറ് നിറയുള്ളൂ. ഈ മാസം വരെ ഞാൻ ഒരു കുടുംബത്തിന് 5 കിലോ അരി വെച്ച്, എൻ്റെ കഴിവ് കൊണ്ടല്ല, മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം പാവപ്പെട്ട കുടുംബത്തിന് 5 കിലോ അരി വെച്ച് ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ എക്സാമിൻ്റെ ഇൻ്റർവ്യൂ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. അമ്മ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഈ കണ്ണുനീരും പ്രാർത്ഥനയും ഈ ഉപവാസത്തിന് എന്തേലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അമ്മ എൻ്റെ കുഞ്ഞിന് MSCയിൽ നിൽക്കണം, എമിഗ്രേഷൻ ഓഫീസറായിട്ട് നിൽക്കണം, സ്റ്റാമ്പ് ചെയ്ത് വിസ അപ്രൂവ് ചെയ്ത് എൻ്റെ കുഞ്ഞിന് തരണം. 10 ഞാൻ പറഞ്ഞു, അമ്മ 10 ദിവസത്തിനിപ്പുറം തരണം എന്ന് പറഞ്ഞു. പക്ഷേ 15 ദിവസം എന്ന് പറഞ്ഞിട്ട് 6ാമത്തെ ദിവസം അമ്മ എൻ്റെ കുഞ്ഞിന് വിസ അപ്രൂവ് ആയെന്നും പറഞ്ഞ് എൻ്റെ മോൾക്ക് അയച്ചു തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. അമ്മയ്ക്കും തിരുക്കുമ്പോൾ ഈ അൾത്താരയിൽ നിൽക്കാൻ, ഈ പ്രത്യക്ഷത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. ഞാൻ വരുന്നത് ഇടുക്കി തൊടുപുഴയിൽ നിന്നാണ്. എൻ്റെ പേര് സരിത അജിത്ത്. ഞാൻ ആദ്യമായി 2024 മാർച്ച് 21 തീയതിയാണ് എൻ്റെ കൂട്ടുകാരി ഒത്ത് കൃപാസനത്തിൽ വരുന്നത്. കൂട്ടുകാരി അറിഞ്ഞാണ് ഞാൻ വരുന്നത്. അതിനുശേഷം 2024 മാർച്ച് 22 തീയതി ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും എനിക്ക് നേരിടേണ്ടി വന്നു. ഞാൻ ആദ്യമായി വന്നപ്പം മാതാവിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. പോയി 22 തീയതി മുതൽ ആരംഭിച്ച പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ എനിക്ക് മാതാവിൻ്റെ ഫോട്ടോ എനിക്ക് ഒരുപാട് അനുഗ്രഹമായി തീർന്നു. 22 തീയതി ഉച്ച കഴിഞ്ഞ് ഇത് എൻ്റെ മൂത്ത മകൾ ആദിത്യ, ഇളയ മകൾ ലിത്യാശ്രീ. 22 തീയതി ഉച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ മകളുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഞാൻ നേരിടേണ്ടി വന്നത്. ഞാൻ 2023 പുതിയതായി ഒരു വീട് വെച്ച് വാടക വീട്ടിൽ നിന്ന് താമസം മാറിയത്. എന്നെക്കുറിച്ച് അവിടെ അറിയാത്തത് കൊണ്ടായിരിക്കാം, തൊട്ടടുത്തൊരു അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഇളയ മകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്. അവൾ നോർമലല്ല. ഞങ്ങൾ ചികിത്സിക്കുകയും കൗൺസിലിംഗ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവൾക്ക് ഉള്ള ബുദ്ധിമുട്ടിൽ അവൾ സ്വാഭാവികമായിട്ട് അവിടെ ശരീരം തന്നെ നോവിക്കുകയും പിച്ചുകയും കടിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ അവൾക്കുണ്ടായിരുന്നു. ഞങ്ങളത് കൗൺസിലിംഗ് കൊടുക്കുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവിടെ പുതിയതായി താമസിച്ച് ചെന്നത് കാരണം എന്നെക്കുറിച്ച് അറിയേല. അപ്പോൾ അംഗൻവാടി ടീച്ചർ മുഖേന ചൈൽഡ് വെൽഫെയറിന് കംപ്ലയിൻറ്റ് പോയി, മാതാവിൻ്റെ ഉപദ്രവമായിരിക്കാം, അപ്പം കുട്ടിക്ക് കാലിന് ചെറിയ സ്വാധീനക്കുറവുണ്ട്, അപ്പോൾ മാതാവിൻ്റെ ഉപദ്രവമായിരിക്കാം കുട്ടി ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ചൈൽഡ് വെൽഫെയറിന് കംപ്ലയിൻറ്റ് പോയി. പഠിക്കുന്ന സ്കൂൾ വഴിയാണ് പോയത്. ഇതറിയാതെയാണ് ഉച്ച കഴിഞ്ഞ് ഞാൻ ആ സ്കൂളിൽ ഉച്ച കഴിഞ്ഞ് 2:30-3 മണിയായപ്പോഴാണ് ഞാൻ ആ സ്കൂളിൽ ചെല്ലാനിടയായത്. ചെല്ലുമ്പോൾ CWCക്കാർ എൻ്റെ കുഞ്ഞിനെ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അവളെ ക്വസ്റ്റ്യൻ ചെയ്ത് അവൾക്കറിയാവുന്നതും സത്യസന്ധമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അവിടെ ചെന്നതിന് ശേഷം എന്നെ മാറ്റി ഒരു റൂമിലിരുത്തി. ഞാനിതൊന്നും അറിയാതെയാണ് അവിടെ ചെന്നെങ്കിൽ പോലും കാരണം എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഞാനതിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത കാരണം ഞാനതിനെ നേരിട്ടു. എന്നെ മാറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഞാനും എൻ്റെ മോളും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ്. എന്നാലും CWCക്കാർ കുട്ടിയെ വിട്ടുതരാൻ തയ്യാറായില്ല.
അവിടുന്ന് തൊടുപുഴ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞിനെ ശരീരങ്ങൾ ടെസ്റ്റ് ചെയ്യുകയും പരിശോധിക്കുകയും ആ കുഞ്ഞിനോട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അവളിൽ നിന്ന് അവർക്ക് പോസിറ്റീവായ ഒന്നും കിട്ടിയില്ല. എല്ലാം എനിക്ക്, കാരണം ഞാൻ സത്യസന്ധമായിട്ട് അതിനെ നേരിടുന്നതുകൊണ്ട് വന്ന CWCക്കാരുടെ കൂടെ വന്ന പോലീസിൻ്റെയും എൻ്റെ കുട്ടിയുടെയും കൂടെ ഞാൻ ആശുപത്രി പോവുകയും മാതാവിൻ്റെ ഫോട്ടോ അപ്പോഴേ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തു. അമ്മേ, സത്യം എന്നതാണോ അത് പുറത്തു വരണം. ഇപ്പം ഒരു അറസ്റ്റ് പ്രതീക്ഷിച്ച ഒരു ഇതിലാണ് ഞാൻ ഈ ആശുപത്രിയുടെ ഇതിലിരിക്കുന്നത്. എന്നെ അറിയാവുന്നവരും ഇവിടെ എന്നെ ആദ്യമായി കൊണ്ടുവന്ന എൻ്റെ കൂട്ടുകാരിയും അറിഞ്ഞ് ഓടി എൻ്റെ അടുത്ത് വന്നു. ഞാൻ കടയിൽ ജോലി ചെയ്യുന്നിടത്തു നിന്ന് അവർ ഓടി വന്നു. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചൊന്നേ ഉള്ളൂ, എൻ്റെ സത്യസന്ധത എനിക്ക് വെളിയിൽ കൊണ്ടുവരണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു 1.5-2 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷം എൻ്റെ കുഞ്ഞിനെ CWCക്ക് ചൈൽഡ് വെൽഫെയറുകാർ ഏറ്റെടുത്ത് കൊണ്ടുപോയി. എന്നെ കുട്ടിയെ വിട്ടു തരാതെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പം ഞാൻ അമ്മയോട് കരഞ്ഞൊന്നേ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയതുപോലെ തന്നെ സത്യം വെളി വന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കുന്ന പേപ്പറുകളും കാര്യങ്ങളും എൻ്റെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് എൻ്റെ മൂത്ത മോൾക്ക് ഈ പ്രശ്നങ്ങൾ നേരിടുമ്പം അതേ സ്കൂൾ കോമ്പൗണ്ടിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ മോള് ആന്ധ്ര നേഴ്സിംഗ് പഠിക്കുകയാണ്, BSc നേഴ്സിംഗ് പഠിക്കുമ്പോൾ ആ പോലീസുകാരുടെ മുന്നേ നിൽക്കുമ്പോഴാണ് എനിക്ക് കോൾ വരുന്നത് കോളേജിൽ നിന്ന്. മോൾക്ക് സുഖമില്ല, മോളുടെ വയറ് വീർക്കുകയാണ്, മോൾക്ക് നടക്കാൻ പറ്റുകയില്ല, സ്റ്റെപ്പ് കയറാൻ പാടാണ് എന്നും പറഞ്ഞ് കോൾ വരുന്നു. അപ്പം ഈ പോലീസുകാരോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കുന്നത്. എൻ്റെ മൂത്ത മോളാണ് എന്നെ വിളിക്കുന്നത്. എന്നാന്നറിയത്തില്ല, ഫോൺ എടുത്തോളാൻ പറഞ്ഞു, സംസാരിച്ചു. അപ്പം മോള് പറയുന്നു, ആശുപത്രി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് പറയുന്നതെന്ന് പറയുന്നു. അപ്പോഴും ഞാൻ എൻ്റെ മാതാവിനെ ഉറച്ചു വിളിച്ചു. എന്നെല്ലാം പ്രതിസന്ധി, ഞാൻ അവിടെ വന്നു. അപ്പം എന്നെ ഈ പ്രതിസന്ധികൾ നേരിടാനാണ് എൻ്റെ അമ്മ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, മാതാവ് എന്നെ പരീക്ഷിക്കല്ലേ, എന്നെ തളർത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് കുട്ടിയെയും കൊണ്ടുപോയി. അന്ന് രാത്രിയിൽ 3-4 ദിവസം എനിക്ക് വിശപ്പും ദാഹവും ആഹാരവും ഇല്ല, ഭക്ഷണവും ഇല്ല. 3-4 ദിവസം ഞാൻ ഒരുപാട് വേദനയിൽ തളർന്നു. എന്നാ ചെയ്യണ്ടെന്നറിയില്ല. അപ്പോഴും ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മനസ്സുകൊണ്ട് ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഞാനപ്പോൾ ഉടമ്പടിയിലല്ല, എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല. ഞാൻ അമ്മയോട് കാര്യങ്ങൾ പറയും, കരയും. ഞാൻ അമ്മയെ ഉടമ്പടി എടുത്തേക്കാം, എൻ്റെ മക്കൾക്ക് നല്ലത് വരുത്തണേ, എൻ്റെ മകളുടെ അസുഖങ്ങൾ മാറണേ, എൻ്റെ കുഞ്ഞിനെ വിട്ടു തരണമേ, ഞാൻ ഉടമ്പടി എടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ കുഞ്ഞിനെ മൂത്ത മകളെ പോയി പെട്ടെന്ന് കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരേണ്ട സ്ഥിതിയായി. കൂട്ടിക്കൊണ്ടുവന്നു. തൊടുപുഴ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നു. അവിടെയും പറയുന്നു ക്യാൻസറിൻ്റെ ലക്ഷണമാകാം, അല്ലെങ്കിൽ TB ആയിരിക്കാം. അവൾക്ക് നടക്കത്തില്ല, മൂത്ത മോൾക്ക് നടക്കുകയില്ല. ആകെ വാടിത്തളർന്ന് വയറും വീർത്ത്. ആദ്യമൊക്കെ ഫുഡിൻ്റെ അന്നും കൊണ്ട് തള്ളിവിട്ടു മാസങ്ങൾ. അത് കഴിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചു. അവിടെ ഒരു ഡോക്ടർ പറഞ്ഞു, ഇതുപോലെ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ അടുത്താവും, ബയോപ്സി ചെയ്യണം, ടെസ്റ്റുകൾ ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അത്രയും രൂപയൊന്നും പെട്ടെന്ന് പറ്റത്തില്ല. എൻ്റെ മകളുടെയും കരച്ചിൽ കണ്ട് ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് എഴുതി തന്നു, ലെറ്റർ തന്നു വിട്ടു. എൻ്റെ മകളെ ഞാൻ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി 3 ദിവസം കൊണ്ട്. അപ്പോഴും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഞാൻ എൻ്റെ ഫോണിൽ അമ്മ മാതാവിനോടാണ് കാര്യങ്ങൾ പറയുന്നത്, സംസാരിക്കുന്നത്. എനിക്ക് ധൈര്യം തരണം, എനിക്ക് വേറെ ആരുമില്ല, എന്നെ തളർത്തല്ലേ. അമ്മ മാതാവിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും, പോകുമ്പോഴും വരുമ്പോഴും എല്ലാം. അപ്പോഴും എനിക്ക് പ്രാർത്ഥന അറിയില്ല. അപ്പോൾ യൂട്യൂബിലെ ഈ സാക്ഷ്യങ്ങൾ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായിട്ടില്ല. അപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ ആശുപത്രി പോക്കും കാര്യങ്ങളും ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം. ഇതിനിടയിൽ എൻ്റെ ഇളയ മകളെ ചൈൽഡ് വെൽഫെയർ വെച്ചേക്കുന്ന ഹോസ്റ്റലിൽ പോകണം, അവിടെ കാണും, കുഞ്ഞിനെ കാണും. അവിടെ ചെല്ലുമ്പോൾ അവളുടെ പ്രതിസന്ധികളും വേദനകളും പറയും. അവിടുന്ന് അതും എല്ലാ വേദനകളും ഞാൻ താങ്ങി എൻ്റെ അമ്മമാതിനോട് അപ്പോഴും പ്രാർത്ഥിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. സാധാരണ അവിടെ കൊണ്ടുപോയാൽ ഭയങ്കര താമസവും. ഞാൻ ഇതിനു മുന്നേ കോട്ടയത്ത് ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. എൻ്റെ മോളെയും കൊണ്ടുപോയി ഈ ഡോക്ടർ തന്ന ലെറ്ററുമായിട്ട് ചെന്നു. 3 ദിവസം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന്, അവൾ നേഴ്സിംഗ് സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു. ബയോപ്സി ക്യാൻസർ ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ കുഞ്ഞിന് ക്യാൻസർ ആണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊള്ളും, ഞാൻ ചാകും. കാരണം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ. എന്നെ തളർത്തല്ലേ, എനിക്ക് അമ്മയേ ഉള്ളൂ. ബയോപ്സിക്ക് കയറ്റുമ്പോഴും ഞാൻ വാതിൽ അമ്മ മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് കരയുക.
അമ്മ നീ മാത്രമേ ഉള്ളൂ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല. എൻ്റെ അമ്മയെയും എൻ്റെ അച്ഛനെയും ഈശോയും അമ്മ മാതാവും മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പവും വരില്ല. ഡോക്ടർമാർ പറയുന്ന പോലെ TB ആയിക്കോട്ടെ, കുഴപ്പമില്ല, ക്യാൻസർ ആകരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്കാനിങ് റിപ്പോർട്ടെല്ലാം വന്നു. എൻ്റെ കുഞ്ഞിന് എന്താണ് അസുഖം തെളിഞ്ഞു, TB ആയിരുന്നു. ആ അസുഖത്തെക്കുറിച്ച് അവൾ പറയും, അതിന് വിശദമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. അപ്പോഴും എൻ്റെ കുഞ്ഞ് CWCയിലാണ്, ചൈൽഡ് വെൽഫെയറിൻ്റെ കീഴിലാണ് ഇളയ മകൾ. ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചു. ഇതിനോടകം അംഗൻവാടി ടീച്ചറുമായിട്ടും സ്കൂൾ ടീച്ചറുമായിട്ടും പൊരുതി. എൻ്റെ കുഞ്ഞിനെ വിട്ടു തന്നില്ല, ഞാൻ സ്കൂളിനെതിരെ ടീച്ചറിനെതിരെയും കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് യാതൊരു നിവൃത്തി ഉണ്ടായിരുന്ന മനുഷ്യാവകാശ കമ്മിറ്റി വരെ ഞാൻ വിളിച്ചു വരുത്തി. പത്തനംതിട്ട വടശ്ശേരിക്കരയെന്ന് അവർ വന്നു, എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു. ഞാൻ കൊച്ചിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പേപ്പറുകൾ കാര്യങ്ങളെല്ലാം ചൈൽഡ് വെൽഫെയറിൽ കാണിച്ചു. 48ാമത്തെ ദിവസമാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നത്. അപ്പം ഇതിനോടൊക്കെ ഞാൻ അമ്മമാരനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നല്ല രീതിയിൽ തന്നാൽ ഞാൻ ഉടമ്പടി എടുത്തേക്കാം. അങ്ങനെ ജൂൺ 6 2024 6 വന്ന് ഉടമ്പടി എടുക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് എൻ്റെ മൂത്ത മോളെയും കൊണ്ട് ആശുപത്രി പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനോട് അസുഖങ്ങൾ കണ്ടുപിടിച്ചു. ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ആഗസ്റ്റ് 29 ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ അനുവാദം കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ മകളെ കൊണ്ട് വരുമ്പം അവിടെ ഓരോ മൂലയ്ക്കും മാറി മാറി ഇരുന്ന്, എൻ്റെ കുഞ്ഞിന് വയറ് വീർത്തിട്ട് നടക്കത്തില്ല, ആഹാരം കഴിക്കത്തില്ല, ഗുളികകൾ കഴിക്കുവാത്ത അതിൻ്റെതായ ബുദ്ധിമുട്ടും തളർച്ചയും ക്ഷീണോ, ഓരോ മൂലയ്ക്ക് ഓരോ കസാരയിലും മാറി മാറി ഇരുന്ന് ഞങ്ങൾ 5:30 ആയപ്പം വന്നതാ. അച്ഛനെ കാണുമ്പോൾ ഏകദേശം ഒരു 11 മണിയായി. അച്ഛനെ കണ്ടു കഴിഞ്ഞ് പോയി അവൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട വന്നില്ല. എൻ്റെ കുഞ്ഞിന് രോഗസൗഖ്യമായി. അമ്മയെ ഞാൻ കൂട്ടുപിടിച്ച് അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് ഓരോ കാര്യത്തിനും അമ്മ എൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ കൃപാസനത്തിൻ്റെ വാതിൽ വരുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ എങ്ങനെ നഷ്ടപ്പെട്ടു, ആ അമ്മയുടെ അടുത്ത് വരുന്ന ഒരു ഫീലാണ് എനിക്ക്. എൻ്റെ അമ്മയുണ്ട് ഇവിടെ. ഞാൻ വരുമ്പം പ്രാർത്ഥിച്ചും കരഞ്ഞുമായിരിക്കും. രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കുമ്പം കരയാറുണ്ട്. പക്ഷെ കൃപാസനത്തിൽ വന്നാൽ ഒരു പരിധി വിട്ട് ഞാൻ കരയാറില്ല. എൻ്റെ അമ്മയുടെ അടുത്താണ് ഞാൻ വരുന്നത്. എൻ്റെ അമ്മയുള്ളൊരു ഫീലാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വരുന്ന പോലെ ഞാൻ ഇവിടെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഞാൻ അമ്മയുടെ എൻ്റെ വേദനകളും ഒരുപാട് കരഞ്ഞും തളർന്നു വരുന്ന ഞാനാണ്. എൻ്റെ ജീവിതം അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റെ അമ്മമാനെ കൂട്ടുപിടിച്ച് കഴിഞ്ഞ് അങ്ങനെ കരയാറില്ല. ഞാൻ കാര്യങ്ങൾ പറയും, അമ്മയോട് സംസാരിക്കും. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖവിവരങ്ങൾ അവൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അവൾ പറയും. എൻ്റെ പേര് ആദിത്യ. ഞാൻ ആന്ധ്രയിൽ നേഴ്സിംഗ് പഠിക്കുകയാണ്. എനിക്ക് ഒരു വർഷം മുന്നേ അബ്ഡോമിനൽ TB ആയിരുന്നു. അതിങ്ങനെ അൾട്രാസൗണ്ട് വഴി ചെയ്തപ്പോൾ ഒമെൻ്റൽ തിക്കനിങ് ഉണ്ടായിരുന്നു. പിന്നെ പെരിട്ടോണിയൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ അസൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ കിഡ്നി പ്രോബ്ലം ആയിരിക്കാം, ലിവർ പ്രോബ്ലം ആയിരിക്കും. അതൊക്കെ ചെയ്തിട്ടൊന്നും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതുപോലെ പറഞ്ഞു ക്യാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ TB ആയിരിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് TB കൺഫേം ആയി. അത് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിലൊന്നും പോകുന്നില്ലായിരുന്നു. വീട്ടിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ സെം എക്സാം ഒക്കെ വരുന്നത് കാരണം എക്സാമിന് ഏകദേശം 1 മാസം മുന്നേ കോളേജിലേക്ക് തിരിച്ചുപോയി. ആ സെം ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ ചെല്ലുമ്പം എനിക്ക് നല്ല വയറുവേദന ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അമ്മ പറയും, മാതാവിൻ്റെ കശുരൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിക്ക്, തൈലം തേക്ക്, ഉപ്പ് ഇട്ട് വെള്ളമൊക്കെ കുടിക്ക്, ശരിയാവും എന്ന് പറയും. അപ്പം ഞാൻ ആദ്യമേ വിശ്വസിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഇതിലെങ്ങനെ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തൈലമൊക്കെ എടുത്ത് വയറ്റി തേച്ച് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ ദിവസം കടന്നു പോകുന്നതോറും എനിക്ക് ശരിക്കും ആ തൈലം തേച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് വയറുവേദനയൊക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ എനിക്ക് ചെറിയ ആദ്യം അമ്മയോട് ചോദിക്കായിരുന്നു, അമ്മ എന്ത് ഇതൊക്കെ വിശ്വസിക്കുന്നത്, സൈക്കോ വല്ലതും ആണോ എന്നൊക്കെ അമ്മയോട് ഞാൻ ചോദിക്കായിരുന്നു. പിന്നെ ഇതുപോലെ വേദനയൊക്കെ കുറയുമ്പോഴത്തേക്ക് എനിക്ക് വിശ്വാസമായി. ഞാൻ ഡെയിലി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവിടെ ഹോസ്റ്റലിൻ്റെ മുന്നിൽ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, അവിടെ പോയി എന്നും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ പഠിക്കാൻ നേരത്ത് മാതാവിനെ വെച്ചിട്ട് പഠിച്ച് ആ എക്സാം എഴുതി. ആ എക്സാം പാസ്സായി ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്ന്. അപ്പം ജോസഫ് അച്ഛനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് തൈലമൊക്കെ വയറ്റി തേച്ച് പറഞ്ഞു വിട്ടു.
അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴാണ് എൻ്റെ സെം എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായി. ഞാൻ ക്ലാസ്സിൽ പോവാണ്ട് അധികമൊന്നും പഠിക്കാണ്ട് എഴുതിയ എക്സാം നല്ല മാർക്കോടെ പാസ്സായി. അത് ക്ലാസ്സിൽ എഴുതിയ പിള്ളേരുടെ ഒക്കെ കൂട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് 3rd വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞ് ജോസഫ് അച്ഛനെ കണ്ടിട്ട് പോയി 1 മാസം കഴിഞ്ഞ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അസൈറ്റിസ് ഫ്ലൂയിഡൊക്കെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രോഗമേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് പിന്നെ അവർ പറഞ്ഞു മരുന്ന് കണ്ടിന്യൂ ചെയ്തോ, എന്നാലും നിർത്തണ്ടെന്ന് പറഞ്ഞു. ട്യൂബർകുലോസിസിൻ്റെ ഡ്രഗ് എടുക്കുമ്പോൾ കുറേ സൈഡ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ണിൻ്റെ കാഴ്ച പോകാം, കിഡ്നിയിൽ ബാധിക്കാം, ലിവറിൽ ബാധിക്കാം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് വന്നത് എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞ് പോവായിരുന്നു. അതായത് ഈ തലയോട്ടിൽ നിന്ന് ഇങ്ങനെ മുടി ഇങ്ങനെ പറഞ്ഞ് വരുമായിരുന്നു. അറ്റം ഫുള്ളായിട്ടുള്ള മുടി ഇങ്ങനെ പിഴുത് വരുമായിരുന്നു. ഓരോ തവണ മുടിയിൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു കുന്നു മുടിയോളം കയ്യിൽ വരുമായിരുന്നു. കുളിക്കുമ്പോഴാണെങ്കിലും ശരി, ഫുൾ മുടി. എനിക്ക് ചെറുപ്പം തൊട്ട് അത്യാവശ്യം നല്ല രീതിക്ക് മുടിയുള്ള ആളായതാണ്. എനിക്ക് നല്ല വിഷമമായിരുന്നു. തൈലം അതൊക്കെ തേച്ച് ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് മുടിയൊക്കെ വളർന്നു. എല്ലാ രീതിക്കും മാതാവ് എനിക്ക് നല്ല രീതിക്കുള്ള അനുഗ്രഹങ്ങളാണ് തരുന്നത്. എക്സാം എഴുതുന്ന ടൈമിലാണെങ്കിലും ഈ തൈലവും ഉപ്പൊക്കെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് എക്സാമൊക്കെ എഴുതി. ഇതുവരെ എഴുതിയ എക്സാമുകളൊക്കെ ഞാൻ പാസ്സായി. ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് എഴുതിയ എക്സാമും പാസ്സായി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങനെ ചോദിച്ചതിൽ ഞാനിപ്പോൾ ഞാൻ ഖേദിക്കുകയാണ്. കാരണം അത്ര വിശ്വാസമായി എനിക്ക് ഇപ്പം മാതാവിൻ്റെ അടുത്ത്. മരുന്ന് കഴിച്ചതിൻ്റെ അവൾ വിട്ടുപോയതാണ്. അവിടെ കാല് ശോഷിക്കുകയും അവിടെ മുടി പൊഴിഞ്ഞ് തല മുട്ടയായതുമാണ്. അത് ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ച കാര്യമാണ്. കാരണം മുടിയുള്ള കുഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ ഈ നെറ്റി എല്ലാം നല്ലോണം കഷണ്ടിയായി, മുടിയൊന്നുമില്ലായിരുന്നു. അവിടെ ഫോണിൽ ഫോട്ടോയുണ്ട്, മുടി പൊഴിഞ്ഞു പോകുന്നു. ഓരോ തവണയും അവൾ കോളേജിൽ നിന്ന് എനിക്ക് ഫോട്ടോ ഇട്ട് തരുമ്പോഴും ഞാൻ പറയും കുഴപ്പമില്ല, അമ്മ മാതാവ് എല്ലാം തരും, ഈശോ അനുഗ്രഹിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എണ്ണ കാച്ചി ഇവിടുത്തെ തൈലം 2-3 തുള്ളി അതിനകത്ത് ഒഴിച്ച് കൊറിയർ അയച്ചു വിടും എൻ്റെ മോൾക്ക് തലയിൽ പെട്ടാൻ. അങ്ങനെയാണ് അവൾക്ക് മുടി വളർന്നത്. പിന്നെ എനിക്ക് അല്ലാതെ ഒരുപാട് ഞാൻ 2024 ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല കൂടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ഒരാഴ്ചക്ക് മുന്നേ ഞാൻ അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും ഭാഗ്യം ഉണ്ടെങ്കിൽ അതിന് കൂടാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഞാൻ അതിൽ നല്ലോണം പ്രാർത്ഥിച്ചു, എന്നെ അതിനകത്ത് ഉൾക്കൊള്ളിപ്പിക്കാൻ അമ്മ അനുഗ്രഹിക്കണമേ ഈശോയെ. എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട്, തലവേദനയുണ്ട്, ഓവറിൽ സിസ്റ്റുണ്ട്, എനിക്കില്ലാത്ത അസുഖങ്ങളില്ല. പക്ഷേ ഈ അസുഖങ്ങളെല്ലാം ഓരോന്ന് വരുമ്പോഴും ഞാൻ അമ്മയുടെ തൈലം, എൻ്റെ വെരിക്കോസ്, ഞാൻ ഒരു 10-12-13 മണിക്കൂർ നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് ഒരു 13 വർഷമായിട്ട്. അപ്പോൾ ആ കാലിൻ്റെ വേദന എനിക്ക് ഭയങ്കരമായിട്ട് തളർത്തു. എനിക്ക് കാല് കട്ട് കഴിക്കുക, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇടത്തെ കാലിൽ ഓരോ ബോൾ പോലെ, ചെറിയ ബോൾ പോലെ ഞരമ്പുകൾ ഇങ്ങനെ ഉരുണ്ടുകൂടി കിടക്കും, വെരിക്കോസ് വെയിൻ്റേത്. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. ഈ ഉരുണ്ട് കിടക്കുന്ന ഞരമ്പുകൾ പൊട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഗുളിക തന്നു. ആ ഗുളിക അതുപോലെ തന്നെ ഞാൻ കൊണ്ട് വീട്ടിൽ വെച്ചതല്ലാതെ അതിനകത്ത് അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ അതിനകത്ത് ഒരു ഗുളിക പോലും എടുത്ത് കഴിച്ചിട്ടില്ല. ഞാൻ അന്ന് തുടങ്ങി എൻ്റെ തൈലം എടുത്ത് കാലിൽ നിന്ന് നേരെ മേളിലോട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, മസാജ് ചെയ്ത് പ്രാർത്ഥിക്കും. അമ്മ എൻ്റെ കാലിൻ്റെ വേദന കുറച്ച് തരണമേ, എനിക്ക് ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാനുണ്ട്, എൻ്റെ തളർത്തല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഒരു ദിവസം വൈകിട്ട് ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഇടത്തുകാലിൻ്റെ വിരലെന്തോ പിടിച്ച് വലിക്കുമ്പോൾ നമുക്കൊരു ഇത് വരും, ആ ഒരു ഫീൽ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ കാലിൻ്റെ മടക്കിൻ്റെ തൊട്ട് താഴെ ഒരു ബോൾ പോലൊരു ഞരമ്പ് ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. അതിങ്ങനെ പിടിച്ച് വലിച്ച് ചുരുണ്ട് നിൽക്കുന്ന പോലെ, ഒരു നല്ല ഉറക്കത്തിലാണ് ഞാൻ, ചുരുണ്ട് നിൽക്കുന്ന പോലെ എനിക്കൊരു ഫീൽ വന്നു. അപ്പോൾ ഉറക്കത്തിൽ ചാടി എണ്ണീറ്റ് ഞാൻ ഓർത്തു എൻ്റെ കാലിൻ്റെ ഞരമ്പ് പൊട്ടാൻ പോവുക, ഡോക്ടർ ഇങ്ങനെയല്ലേ പറഞ്ഞ ഞരമ്പ് പൊട്ടാൻ പോവുക. ആ ഉറക്കത്തിൽ ചാടി എണ്ണീറ്റ് എൻ്റെ ഒരു വിരലും കൊണ്ട് പെട്ടെന്ന് ഞാൻ അതേ കുരിശ് വരച്ചു. പക്ഷെ ഞാൻ പെട്ടെന്ന് കിടന്നു, കുരിശ് വരച്ചു. അമ്മ എന്നെ പരീക്ഷിക്കരുത്, രാത്രിയാണ്, ഞാൻ താമസിക്കുന്ന ഉൾഗ്രാമമാണ്, അവിടുന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 1 മണിക്കൂർ ദൂരമാണ്.
പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എന്നെ പരീക്ഷിക്കരുത്. അത്ര മാത്രം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ രാവിലെ എണ്ണീറ്റാണ് ഞാൻ ഓർക്കുന്നത്, എനിക്ക് ഇന്നലെ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്, എൻ്റെ കാലിൽ എന്നാ പറ്റിയത്. അപ്പോൾ ഞാൻ ഭർത്താവിനെ, എൻ്റെ മകനെ എൻ്റെ കാല് കാണിച്ചു. ഇന്നലെ രാത്രിയിൽ എനിക്കുണ്ടായ സംഭവത്തിൽ എൻ്റെ കാല് ശരിക്കും നല്ല കറുത്ത പച്ച ഞരമ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കതിൽ ഒത്തിരി മാറ്റമുണ്ട്. ആ ബോൾ പോലെ കിടന്നതെല്ലാം നിരപ്പായി. പിന്നെ ചെറിയൊരു പുകച്ചിൽ മാത്രമല്ല, ആ കട്ടുകഴുപ്പ്, വേദന അതെല്ലാം മാറിക്കിട്ടി. അങ്ങനെ ഓരോന്നിലും അഖണ്ഡ ജപമാലയുടെ കാര്യം പറഞ്ഞത്, അഖണ്ഡ ജപമാല ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് തയ്യാറായി. തലേദിവസം രാത്രിയിൽ ഞാൻ സായന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് എൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന എല്ലാം തെറ്റി പോവാ, ശ്രദ്ധ വരുന്നില്ല എനിക്ക്. അപ്പോൾ വീണ്ടും ഞാൻ നിർത്തും, വീണ്ടും തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അമ്മേ, എന്താണ് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയി ഒരു ശകലം ഉപ്പെടുത്ത് നാക്കെ വെച്ച് പോയി റൂമിൽ പോയി കിടന്നു. പ്രാർത്ഥിച്ചില്ല, നിർത്തി, പോയി കിടന്നു ചെറുതായിട്ട് ക്ഷീണം. ഞാൻ നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ് ചെയ്യുന്നത്. ക്ഷീണം കൊണ്ട് ഞാൻ എൻ്റെ കണ്ണിലോട്ട് ഉറക്കം കയറി, പെട്ടെന്ന് ചാടി എണീക്കുകയാണ്. എൻ്റെ ഭർത്താവിന് ആക്സിഡൻ്റ് ആവുന്നു. എനിക്ക് ജപമാലയ്ക്ക് പോകാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ ഞാൻ സ്വപ്നം കാണുകയാണ്. ഞാൻ 9 മണിക്ക് എനിക്കിങ്ങനെ എൻ്റെ കണ്ണിൽ കാണുന്നു. 9:55 ആയപ്പം എൻ്റെ ഭർത്താവ്, ഒരു വഴിയെ പോയ ആൾ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് എൻ്റെ ഭർത്താവിനെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ വീട്ടിൽ മകനോട് പറഞ്ഞു, ഇതുപോലെ അപ്പാടെ വണ്ടി അപ്പായ്ക്ക് എന്തോ ആക്സിഡൻ്റ് ആകുമെന്ന് എനിക്ക് തോന്നി, എന്നാന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. വന്ന് വിളിച്ചു. ഞാൻ ഹസ്ബൻഡ് വന്ന് വാതിൽ നിൽക്കുമ്പോൾ ഞാൻ ചാടി എണ്ണീറ്റ് വരുമ്പോൾ പറയുന്നു, വണ്ടി ആക്സിഡൻ്റായി. അപ്പോൾ വണ്ടി എന്ത് ചെയ്യുക, വേറൊരാളുടെ വണ്ടിയിലാണ് കൊണ്ടുവന്നത്. വണ്ടി എന്തെന്ന് ചോദിച്ചപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ വീണു, കൈ ഒക്കെ ഉരഞ്ഞെങ്കിലും ഞാൻ അപ്പം തന്നെ ഉപ്പ് തൈലമൊക്കെ തൂത്തു, കയ്യിലെല്ലാം തൂത്തു. രാത്രി മൊത്തം പ്രാർത്ഥിച്ചു. ഭർത്താവിൻ്റെ കൈയും കാലും എണ്ണയൊക്കെ ഉപയോഗിച്ച് ഭർത്താവിൻ്റെ വായിൽ ഉപ്പൊക്കെ വെച്ച് കൊടുത്തു. അമ്മ എന്നെ നാളെ രാവിലെ അഖണ്ഡ ജപമാലയിൽ എന്നെ ഉൾപ്പെടുത്തണേ, എന്നെ പരീക്ഷിക്കല്ലേ, എൻ്റെ ആഗ്രഹമാണ്. എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുപ്പിക്കണം. ഞാൻ വന്നു. പിറ്റേ ദിവസം എന്നോട് രാത്രി ഒരു 2:30-3 മണിയായപ്പം ബാത്റൂമിൽ പോയി എണീറ്റപ്പം പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, നീ രാവിലെ പൊക്കോ. ഞാൻ അങ്ങനെ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തു. എൻ്റെ ഈ കാല് വേദന വെച്ച് ഞാൻ അത്രയും ദൂരം നടന്നു. എനിക്കൊരു കുഴപ്പമോ ഒരു ക്ഷീണമോ എനിക്കുണ്ടായില്ല. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. പിന്നെ ഞാൻ എപ്പോഴും 3 മണിക്ക് അലാറം വയ്ക്കും, പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലും. അപ്പം തന്നെ 2-3 സാക്ഷ്യങ്ങൾ കേൾക്കും. സാക്ഷ്യങ്ങൾ കേട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും. ആ സമയത്ത് തന്നെ എല്ലാവരും ചോദിക്കും, എന്നാ സരിതയ്ക്ക് സാക്ഷ്യങ്ങൾ ലഹരിയായോ, ഇതിന് അഡിക്റ്റായിപ്പോയി. ഞാൻ സീരിയലിൽ അഡിക്റ്റായിരുന്നു. പക്ഷേങ്കിൽ അമ്മ മാതാവിനെ എന്ന് ഞാൻ കൂട്ടുപിടിച്ചോ അതിൽ നിന്നെല്ലാം ഞാൻ പിന്മാറി. നല്ല രീതിയിൽ കുറഞ്ഞൊരു 10-15 സാക്ഷ്യങ്ങളും കേൾക്കും ഞാൻ. എൻ്റെ ഭർത്താവാണല്ലോ എന്നോട് ചോദിക്കും, ഞങ്ങൾ രണ്ടും ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത്. എപ്പോഴും എൻ്റെ കടയ്ക്കുള്ളിൽ സാക്ഷ്യങ്ങളും ജോസഫച്ചൻ്റെ ടോക്കുകളും ഉപവാസ പ്രാർത്ഥനയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർ സംസാരിക്കുമ്പോഴാണേലും പറയും, ഒരു 2-3 മിനിറ്റ് മിണ്ടായിരിക്കും, എനിക്ക് പ്രാർത്ഥന കേൾക്കണം, പ്രാർത്ഥന കൂടണം. എപ്പോഴും എൻ്റെ കടയ്ക്കകത്ത് സാക്ഷ്യങ്ങളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ. എപ്പോഴും പാട്ട് വെച്ചുകൊണ്ടേയിരിക്കും. ഞാൻ സാക്ഷ്യങ്ങൾ വെക്കാൻ ആരംഭിക്കുമ്പം കടയിൽ ഫോണ് ഓഫാക്കും. എൻ്റെ സാക്ഷ്യങ്ങളാണ് ആ കടയ്ക്കകത്ത് കേൾക്കുന്നത്. ഒരു 10-15 സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കും. എൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ എന്നും കുറഞ്ഞൊരു 4 തവണ 5 തവണയിലും അമ്മേ എന്നെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമേ, എൻ്റെ എല്ലാം അറിഞ്ഞ അമ്മ എനിക്ക് കൂട്ടായിരിക്കണമേ, ഇതേ ഞാൻ പറയാറുള്ളൂ. എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയോട് സംസാരിക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂർ ദൂരമുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന കടയിൽ. അവിടം തൊട്ട് എൻ്റെ കൊന്ത എൻ്റെ കയ്യിൽ കാണും. ഞാനത് ചൊല്ലിക്കൊണ്ടേ വരും. അപ്പം ഞാൻ ആ കൊന്ത ചൊല്ലിക്കൊണ്ടേ വരും. ഒരു ദിവസം എങ്ങനെയായാലും ഒരു 5 വിശ്വാസ പ്രമാണവും 5 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും ഒരു 150 നന്മ നിറഞ്ഞ മറിയമേയും ഞാൻ ചൊല്ലും കടയിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുന്നേ. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും. സമയം നോക്കാറില്ല. എപ്പോഴും ഞാൻ എപ്പോൾ 2 മണിക്കാണോ 3 മണിക്കാണോ 4 മണിക്കാണോ എപ്പോഴും ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേട്ട് ഷെയർ ചെയ്യും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസം വന്ന് ഇവിടുന്ന് പത്രം വാങ്ങിക്കും. എനിക്കൊരു മടിയില്ല കൊടുക്കാൻ. ആദ്യമൊക്കെ ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് കൊടുത്തു തീർക്കും. പക്ഷേ ഇപ്പോൾ കൊണ്ടുപോകുന്ന പത്രങ്ങൾ അപ്പം തന്നെ ഞാൻ കൊടുത്തു തീർക്കും. ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് കൊണ്ടുപോയി ഞാൻ മനസ്സ് നല്ല സന്തോഷത്തോടെയും തൃപ്തിയോടെയും കൊടുത്തൊരു പത്രം കൊടുത്ത് എനിക്ക് സന്തോഷമായത് ഈ ലാസ്റ്റ് കൊണ്ട് ഡിസംബർ 17 വന്ന് കൊണ്ടുപോയത്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് കുട്ടികൾ എന്താ ഫുഡുകൾ തട്ടിപ്പറിക്കുന്ന പോലെ അടിച്ചു പറിക്കുക പത്രം. ഞാൻ നീട്ടുന്ന കൃപാസനത്തിലെ പത്രമാണോ എന്നും പറഞ്ഞ് കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുക ചെയ്തത്. പിന്നെ എല്ലാവർക്കും ഞാൻ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട്.
പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയാൻ ഞാൻ ക്യാൻസർ രോഗികൾക്ക് ഈ ഓൺലൈനിൽ എനിക്ക് പോയി കാണാനൊന്നും പറ്റുകയില്ലെങ്കിലും പിന്നെ എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവർക്കും വീടില്ലാത്തവർക്ക് വീടുണ്ടാകണമേ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണമേ, ക്യാൻസർ രോഗികൾ എല്ലാവരെയും സുഖപ്പെടുത്തണം, ഒരു അസുഖവും ഉണ്ടായി ആരും വലയരുത്. അങ്ങനെ എന്നെ കഴിയുന്ന എനിക്ക് എൻ്റെ ഉള്ളത് രീതിയിൽ ഞാൻ പൈസ ആയിട്ട് സഹായം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സുകളാണേലും ഞാൻ എല്ലാ വർഷവും അനാഥാലയത്തിൽ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉള്ളതാണേലും പ്രായമുള്ള അച്ഛനമ്മമാർക്കുള്ളതാണേലും ഞാൻ അലമാരി ഈ പോകുന്ന സമയമാകുമ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നേ നോക്കിയിട്ട് എത്രയും എൻ്റെ പിള്ളേർക്ക് ഡ്രസ്സുകൾ അധികം വലിച്ചു കൂട്ടി ഇടാനില്ലാത്ത പിള്ളേരാണ്. എന്നാലും അവരുടെ ഏറ്റവും നല്ല ഡ്രസ്സുകൾ നോക്കി അവരും എടുത്തു തരും, അതിനൊപ്പം ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കുകയും ചെയ്യും. എനിക്ക് അമ്മ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ മകളായിട്ട് ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാൻ എൻ്റെ ആഗ്രഹം. ഒരുപാട് പ്രതിസന്ധികളെല്ലാം നേരിട്ട് അമ്മയോട് സംസാരിച്ചും അമ്മയോട് വേദനകൾ പറഞ്ഞും എൻ്റെ ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എങ്ങനെ പറഞ്ഞ തീരുകയല്ല, ഞാൻ 6 നിയോഗങ്ങളാണ് വെച്ചേക്കുന്നത്. പക്ഷെങ്കിൽ എനിക്ക് 600 നടന്നേക്കുന്നത്. ഓരോ ദിവസവും എനിക്ക് പൈസയുടെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ലോൺ ഒരാഴ്ചയിൽ 7,000 രൂപ 8,000 രൂപ ലോൺ അടയാനുണ്ട്. ഓരോ ദിവസവും ഞാൻ അമ്മയ്ക്ക് രാവിലത്തെ പ്രാർത്ഥനയിലും 5:30 പ്രാർത്ഥന കറക്റ്റ് അലാറം വെച്ചേക്കുക. കറക്റ്റ് 5:30 എന്നുണ്ടെങ്കിൽ ഞാൻ 5:30 ഡെയിലി ബ്രെഡിന് കൂടും. അപ്പം തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വിടും. പിന്നെ ഒത്തിരി ഒന്നും അമ്മയോട് പറയണ്ട, അമ്മ എല്ലാം അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നോട്ടുള്ള ജീവിതത്തിലും ഞാനും എൻ്റെ മക്കൾ ഇപ്പം എൻ്റെ മോള് ഉടമ്പടി എടുത്തേക്കുവാണ്. ഇന്ന് ആദ്യ ഉടമ്പടിയാണ്, ഞാനിത് 4ാമത്തെ ഉടമ്പടിയാണ്. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് മാതാവിനെ ഞാൻ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാനാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സോജ, ഇതെൻ്റെ ഭർത്താവാണ് ഷിബു ജോൺ, മകൾ ദിയ ഷിബു. ഞങ്ങൾ കടവന്ത്രയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് കടവന്ത്രയിൽ 10 സെൻറ്റ് സ്ഥലവും 2 വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നു ഭർത്താവിന്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് പത്രത്തിലൂടെയാണ് ആദ്യമായി കേട്ട് തുടങ്ങിയത്. ഞങ്ങൾക്ക് ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ പെട്ടെന്ന് വന്നു തുടങ്ങി. ആദ്യമായി തന്നെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ്സായിട്ട് ഞങ്ങളുടെ പഴയ തറവാട്ടിലാണ് ഞങ്ങൾ ആരംഭിച്ചത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ വീടും നഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയൊരു കടയിലേക്ക് ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. എന്നാലും ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എൻ്റെ മകന് ശാരീരികമായി പല ബുദ്ധിമുട്ടുകൾ വന്നു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭർത്താവ് കടയിൽ നിന്ന് വരുമ്പോൾ കൃപാസനം പത്രം കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ വെച്ചു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പത്രം കാണും, വായിക്കും, എടുത്ത് വയ്ക്കുമായിരുന്നെങ്കിലും ഉടമ്പടിയെക്കുറിച്ച് അധികമൊന്നും ചിന്തിച്ചിരുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നില്ല. അന്ന് ഞാൻ പെട്ടെന്ന് പത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഉടമ്പടി എന്ന വാക്കാണ്. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഉടമ്പടി എടുത്തോളാം. അങ്ങനെ ഞാനും എൻ്റെ 2 മക്കളും കൂടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഞാൻ ചെന്നതിന് ശേഷം ഞങ്ങൾ കുറച്ചായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായി അധികം പൈസയൊന്നും കയ്യിലില്ലായിരുന്നു. അപ്പോൾ എന്നാൽ 2 സെൻറ്റ് സ്ഥലമെങ്കിലും ഞങ്ങൾക്ക് കട തുടങ്ങാനായിട്ട് വേണമെന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു. ഞങ്ങൾ ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലവും അവിടെ കടവന്ത്രയിൽ തന്നെ വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നേടിത്തന്നു. അത് ഞങ്ങൾക്ക് യാതൊരു മെറിറ്റും ഇല്ലായിരുന്നു, പൈസയില്ല. പക്ഷേ ഒരു ലോൺ എങ്ങനെ ശരിയാക്കി തന്നു. പെട്ടെന്ന് തന്നെ ജാനുവരിയിൽ 3 മാസം 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അമ്മ മാതാവ് 4 സെൻറ്റ് സ്ഥലം കടവന്ത്രയിൽ വാങ്ങിക്കുവാനുള്ള അനുഗ്രഹം തന്നു. അവിടെ തന്നെ വേറൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാനുള്ള അനുഗ്രഹവും തന്നു. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി രോഗശാന്തിയും ഇതെല്ലാം തന്നിരുന്നു. എനിക്കും മകനും ഒക്കെ രോഗത്തിന് നല്ല ഞങ്ങൾ തൈലം എന്തെങ്കിലും അസുഖം വരുമ്പോൾ തന്നെ ഞങ്ങൾ തൈലവും വെഞ്ചിരിച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ഇവിടെ പുതുക്കാൻ വന്നപ്പോൾ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് സിസ്റ്റർ എന്നോട് ചോദിച്ചു, മോളെ സാക്ഷ്യമൊന്നും പറയുന്നില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ, ഞാൻ അതിൽ ഏറ്റവും ആഗ്രഹിച്ച് മാതാവിനോട് ആവശ്യപ്പെട്ടിരുന്നത് ഒരു വീട് ലഭിക്കുവാനായിരുന്നു.
അപ്പോൾ ആ വീട് ലഭിക്കാൻ അപ്പോൾ എന്തുകൊണ്ടാണ് വീട് വയ്ക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്തോ തടസ്സങ്ങളാണ്, സ്ഥലമുണ്ട് പക്ഷേ വീട് വയ്ക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഉപ്പിട്ട് പ്രാർത്ഥിക്കുക, അവിടെ പോയിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്നും ഞാനും ഭർത്താവും ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ദിവസവും പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾ തൈലമൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്കിവിടെ വന്ന് എൻ്റെ ഉടമ്പടി അത് പുതുക്കാൻ സാധിക്കാതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒക്ടോബർ 25 ഇവിടെ ജപമാല റാലി നടക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും വന്ന് കൂടണമെന്നുണ്ടായിരുന്നെങ്കിലും സാഹചര്യങ്ങൾ ഒത്തുവരുന്നില്ലായിരുന്നു. പക്ഷേ ഒക്ടോബർ 23 ആയപ്പോൾ എൻ്റെ സിസ്റ്ററും എൻ്റെ ഒരു ഫ്രണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോവാം ഒരുമിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജപമാല റാലിയിൽ വന്ന് പങ്കെടുത്തു. അതിനുശേഷം ഒക്ടോബർ 25 ആയിരുന്നു റാലി. 26 ഞങ്ങൾ കടയിൽ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു ഫ്ലാറ്റ് വിൽക്കാനുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പൈസയും ഇല്ല. ഞങ്ങൾ അങ്ങനെ ഒരു വീടെന്നുള്ള ഇതിൽ നിന്നിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും പറഞ്ഞതല്ലേ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പോയി ഫ്ലാറ്റ് കണ്ടു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഇടവക പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഫ്ലാറ്റ്. അങ്ങനെ ഞങ്ങൾ പക്ഷേ അപ്പോഴും ലോൺ ശരിയാകുമോ, കാരണം ഞങ്ങൾക്ക് ഓൾറെഡി ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു ലോൺ തരാനുള്ള എലിജിബിലിറ്റി ഒന്നും ഞങ്ങൾക്കില്ലയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു. അന്നോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഞങ്ങൾക്ക് ആദ്യം തന്ന ലോണിൻ്റെ അവർ തന്നെ ഞങ്ങൾക്ക് ലോൺ തരാമെന്ന് വിളിച്ചു പറഞ്ഞു. 1 മാസം കൊണ്ട് ഡിസംബറിൽ കൊണ്ട് എല്ലാം പൂർത്തീകരിച്ചു. ഈ ചൊവ്വാഴ്ചയായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ രജിസ്ട്രേഷൻ. ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ പുതിയ ഫ്ലാറ്റിൻ്റെ താക്കോലുമായിട്ടാണ്. അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അമ്മ വഴി കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. ഇതൊന്നും ഞങ്ങളുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും സോജ ഇവിടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതിന് ഞങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നും പകരമല്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ചെറിയ തോതിലെങ്കിലും ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുകയാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന ഈ കൃപാസനം പത്രം ഞങ്ങൾ 2 പേരും ജോലി ചെയ്യുന്ന 2 ചെറിയ സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന പള്ളികളുണ്ട്, അവിടെയെല്ലാം നടന്ന് ഭക്തജനങ്ങൾക്കിടയിൽ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾ ഉച്ചഭക്ഷണ പൊതി മാസത്തിലൊരു ഞായറാഴ്ച ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. ഒരു 3 മാസം അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി പിടിവലി കൂടണതുകൊണ്ട് അത്രയും പേർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു തീരുമാനം എടുത്ത് എറണാകുളത്ത് തന്നെ, സ്ഥലം പറയണില്ല, വൈകല്യമുള്ള ഒരു 22 പെൺകുട്ടികളെ നോക്കി നടത്തണ ST കോൺവെൻറ്റ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. മാസത്തിൽ ഒരിക്കൽ അവിടെ പോയി ആവുന്നത് ലാസ്റ്റ് ഞായറാഴ്ച ചെന്ന് അവർക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം കൊടുത്തും അവരോട് സംസാരിച്ച് അവർക്കൊരു പ്രചോദനമൊക്കെ കൊടുത്ത് അവിടെ താമസിക്കുന്ന അന്തേവാസികൾക്കും അവരെ നോക്കുന്ന സിസ്റ്റേഴ്സിനും ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു കടയായിട്ടിരിക്കണതുകൊണ്ട് ഒരുപാട് ആളുകൾ, ഭക്ഷണം ഇല്ലാത്ത ആളുകൾ വരുമ്പോൾ ഒരു ദിവസം ഒരാൾക്ക് 1 നേരത്തെ ഭക്ഷണമെങ്കിലും മേടിച്ചു കൊടുക്കാൻ ദൈവാനുഗ്രഹത്താൽ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരുപാടല്ലെങ്കിലും 2 കിലോ 3 കിലോ 5 കിലോ, ചിലർ പറയും ഞങ്ങൾക്ക് ഒരു അരി മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് സാധിച്ചു തന്ന മാതാവിൻ്റെ കൃപയ്ക്ക് പൂർണ്ണമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി വ്യത്യാസം വന്നു. ഞാൻ ധ്യാനം കൂടാൻ തുടങ്ങിയപ്പോഴാണ്, ആദ്യമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും നമുക്ക് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം, യേശുവിൻ്റെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ലായിരുന്നു. അപ്പോൾ ധ്യാനത്തിലൂടെയാണ് എനിക്കത് മനസ്സിലായത്. ഈ ഭൗതിക ആവശ്യങ്ങളെല്ലാം നമ്മുടെ അനുഗ്രഹങ്ങളാണ്, നമുക്ക് വേണ്ടത് ദൈവകൃപയാണ് എന്ന്. അപ്പോൾ ഇനിയും തുടർന്നുള്ള ജീവിതം ദൈവകൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ ജീവിക്കുന്നത്. ഞാനൊരു അനുഗ്രഹം പറയാൻ വിട്ടുപോയിരുന്നു. എൻ്റെ മോള് 10th നല്ലൊരു മാർക്കോടുകൂടി ജയിക്കുവാനായിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു. അതിൽ മോൾക്ക് CBSEക്ക് 90% മാർക്കോടുകൂടി പാസ്സാകുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ മോനിന്നിവിടെ വരാൻ സാധിച്ചിട്ടില്ല. അവന് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു ജോലിയും ലഭിച്ചു. എയർപോർട്ടിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്.
അമ്മയ്ക്കും തിരുക്കുമാരനും ഒരിക്കൽ കൂടി 1000 നന്ദി